എല്ലാവരെയും സ്നേഹപൂർവം ഈ കോവിഡ് അവബോധ വർക്ക്ഷോപ്പിലേക്ക് ശില്പശാലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് വി ഹാവ് വിത്ത് us ഡോക്ടർ മനോജ് കുര്യാക്കോസ്. ഇന്ന് നമ്മുടെ ഇടയിലുള്ള നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് ഡോക്ടർ മനോജ് കുര്യാക്കോസ്. അദ്ദേഹം ഹൈദരാബാദിൽ നിന്നാണ്. He has been running a homeopathic clinic for the last 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് ഹൈദരാബാദില് ഡോക്ടർ മനോജ് ഹോമിയോപ്പതിക് ക്ലിനിക് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഏതാണ്ട് 30 വർഷത്തോളം ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഫാദറും ഒരു ഹോമിയോ ഫിസീഷ്യൻ ആയിരുന്നു, ഡോക്ടർ TM കുര്യാക്കോസ്. അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ഞാന് അവിചാരിതമായിട്ട് ഒരു വീഡിയോ വാട്സപ്പ് മെസ്സേജ് കാണാനിടയായി. അങ്ങനെയാണ് ഡോക്ടർ മനോജ് ജിന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടെന്ന്. ഐ ഹാവ് ബീൻ ടോക്കിംഗ് വിത്ത് ഹിസ് ബ്രദർ മിസ്റ്റർ മാജു. അദ്ദേഹമായിട്ടാണ് ഞാൻ കോർഡിനേറ്റ് ചെയ്ത മീറ്റിംഗ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് സാറ് സമ്മതിക്കുകയുണ്ടായി. താങ്ക് യു ഫോർ ദാറ്റ്. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഞാൻ സാറിന്റെ ആ മെസ്സേജ് കണ്ടപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് ടു ബി വെരി അതോറിറ്റേറ്റീവ്, ഒത്തന്റിക് ആൻഡ് പ്രാക്ടിക്കൽ. സാറിന്റെ ആ മെസ്സേജ് കണ്ടപ്പോൾ അത് വളരെ ആധികാരികമായതും വിശ്വാസയോഗ്യവും പ്രായോഗികവുമായിട്ട് എനിക്ക് തോന്നി. അപ്പം താങ്ക് യു സോ മച്ച് സർ ഫോർ വില്ലിംഗ് ടു ജോയിൻ ദിസ് സെമിനാർ. അപ്പോൾ നമ്മൾക്ക് ഒരു ഓൾമോസ്റ്റ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ സാറിന്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറിയപ്പോൾ ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. ഇത് പറയുകയുണ്ടായി, വൺസ് യു രജിസ്റ്റർ വിത്ത് ഡോക്ടർ മനോജ് ക്ലിനിക് ഹി ബിക്കംസ് അവർ ഫാമിലി ഡോക്ടർ. നമ്മൾ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡോക്ടർ നമ്മുടെ ഫാമിലി ഡോക്ടറായിട്ട് തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടറെ പിന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ദേ ഹാവ് ബീൻ സക്സസ്ഫുള്ളി ട്രീറ്റിംഗ് കോവിഡ് പേഷ്യൻസ് ഓൾസോ. വളരെ വിജയകരമായ രീതിയിൽ ഏതാണ്ട് 1500 കൂടുതൽ ആൾക്കാരെ കോവിഡ് രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം സമയം വേസ്റ്റ് ആക്കുന്നില്ല, കാരണം സാറിന്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ശരിക്കും വി വിൽ ലെറ്റ് us really take advantage of his time. സാർ ഒരു സെഷൻ എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനും ഉണ്ടായിരിക്കും. മാക്സിമം ബൈ 12 or 12:50 നമ്മൾ വൈൻഡപ്പ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടത്, വൈൽ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ചോദ്യം ചോദിക്കുമ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക, വേറെ രോഗങ്ങളെ കുറിച്ച് ചോദിക്കരുത്. നമുക്ക് സമയം വിലപ്പെട്ടതാണ്, അതിനു വേണ്ടിയിട്ടാണ്. സോ വൺസ് അഗൈൻ ഐ റിയലി വാണ്ട് ടു താങ്ക് യു ഡോക്ടർ മനോജ് ഫോർ ജോയിനിങ് us, agreeing to do this seminar, and we give you a warm welcome. ഞങ്ങൾ ഹാർദമായിട്ട് അങ്ങേ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സർ. താങ്ക് യു. Thank you so much. I hope all of you can hear me. Just to yes, yes, good. Yes. So just to give a brief, ഞാൻ കൊച്ചിലെ മുതലേ നാട് വിട്ടതാണ്. അതുകൊണ്ട് എന്റെ മലയാളം is not as fluent as it is with the way you are speaking. അപ്പൊ ഞാൻ I'll mix a bit of Malayalam and English and speak. Now കഴിഞ്ഞ 30 വർഷമായിട്ട്, ഞാൻ 32 വർഷമായി ആക്ച്വലി പ്രാക്ടീസ് ചെയ്യുന്ന ഹൈദരാബാദില്. സോ 1.5 വർഷം മുമ്പേ ആണ് ഈ കോവിഡ് തുടങ്ങിയപ്പോൾ എന്നെ ആയുഷ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ടാസ്ക് ഫോഴ്സ് ചെയർമാൻ വിളിച്ചു. ഇങ്ങനെ കോവിഡിന് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എന്റെ ഈ കോവിഡുമായിട്ടുള്ള ഈ ജേർണി സ്റ്റാർട്ട് ആയത്. അപ്പൊ ഈ കഴിഞ്ഞ 1.5 വർഷത്തിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം 1600 കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സം ഓഫ് ദം ഹോമിയോപ്പതി തന്നെ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ചിലരെ ഹോമിയോപ്പതിയും അലോപ്പതിയും കോമ്പിനേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ബീൻ വെരി സക്സസ്ഫുൾ. അപ്പൊ ഞങ്ങളുടെ ഈ റെക്കോർഡ് കണ്ടിട്ട് AIIMS Bhopal has agreed to partner with me and do a clinical trial. And a clinical trial ഒരു scientific ആയിട്ട് അത് very validify ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ് ആണ്. So that is also underway now. Most probably we will be starting clinical trials next week at AIIMS Bhopal also. So this is as far as I am concerned. Now coming to COVID. ഞാനിപ്പം നിങ്ങളെല്ലാം കോവിഡുമായിട്ട്, ഇപ്പൊ എല്ലാവരും ആര് കോവിഡുമായിട്ട് സംസാരിച്ചാലും പറയുന്നത് പേടിപ്പിക്കലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സ് ആ ഗൗനം ഇട്ടുകൊണ്ട് വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്, അയ്യോ എത്രയോ പേര് മരിക്കുന്നുണ്ട്, അവര് മരിച്ചു, ഇവിടെ മരിച്ചു, ഇപ്പം കോവിഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പ്രയാസമാണ്, അതിപ്പം എയർബോൺ ആണ്, ഇപ്പം നിങ്ങൾ എന്നാ ചെയ്താലും നിങ്ങൾക്ക് കോവിഡ് വരും.
പക്ഷെ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പേടിച്ചിട്ട് പിന്നെ അവസാനം പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഇതിനേക്കാൾ കൂടുതൽ എന്നാ സൂക്ഷിച്ച് നമ്മൾ ഇരിക്കേണ്ടത്? ഇപ്പൊ ഇവിടെ ഉള്ള ഈ ഗ്രൂപ്പിലുള്ളവരെ ഞാൻ 60-70 പേര് നമ്മളെല്ലാം നമ്മുടേതായ രീതിയിൽ നമ്മൾ സൂക്ഷിച്ചായിരിക്കുന്ന, എന്നാലും കോവിഡ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ഇങ്ങനെ പേടിപ്പിച്ച് ഏത് വീഡിയോയും ഏത് മെസ്സേജ് കണ്ടാലും അത് കൂടുകയല്ലാണ്ട് നമ്മളെ സമാധാനിക്കുന്ന ഒരു വീഡിയോ പോലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ നിങ്ങളെ ഈ കോവിഡ് കാരണം മരിക്കുന്നവരാണോ കൂടുതൽ, അതോ കോവിഡിനെ കുറിച്ചുള്ള ഭയം കൂടുതൽ മരിക്കുന്നവരാണോ കൂടുതൽ എന്നുള്ള ഒരു I'll give you a small brief about it. എന്റെ ഉദ്ദേശത്തിൽ, എന്റെ ഈ എക്സ്പീരിയൻസിനകത്ത് കോവിഡ് അല്ല മനുഷ്യരെ കൊല്ലുന്നത്, ഭയമാണ് മനുഷ്യരെ കൊല്ലുന്നത്. പരിഭ്രാന്തി, വെപ്രാളം, അതുകൊണ്ടാണ് മനുഷ്യരെ മരിക്കുന്നത്. ഞാനത് പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ വെപ്രാളം കൊണ്ട് മരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മിക്കവാറും പേരും ഈ പേടിച്ചിരുന്നാണ് മരിക്കുന്നത്. ഇതിന്റെ തുടക്കം തുടങ്ങിയത് 1.5 വർഷം മുമ്പ് ഗവൺമെന്റും പ്രസ്സും എല്ലാവരും കൂടെ പറഞ്ഞു പ്രായമുള്ളവർക്കും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉള്ളവർക്കും കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. അതോടെ നമ്മുടെ ഇടയിലുള്ള 50 വയസ്സിൽ കൂടുതലുള്ളവരോ BP ഉള്ളവരോ ഡയബറ്റീസ് ഉള്ളവരോ ഇവർക്കെല്ലാം ഇരുന്ന് വെടയ്ക്കാൻ തുടങ്ങി. അയ്യോ, കോവിഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടത്തില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിൽ ഉറച്ചു വരുത്തിയിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ പ്രോബ്ലം. ഇപ്പൊ എന്താണ്ട് പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു, 3ാമത്തെ വേവ് വരാൻ പോവാ, ഇത് 18 കുറവുള്ളവരെ എഫക്ട് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇനിയും പിള്ളേർ പേടിക്കാൻ തുടങ്ങും, അമ്മമാര് പിള്ളേരെ കുറിച്ച് പേടിക്കാൻ തുടങ്ങും, അപ്പന്മാര് പിള്ളേരെ കുറിച്ച് പേടിക്കാൻ തുടങ്ങും. സോ ദിസ് ഇസ് ഓൾ എ സൈക്കോളജിക്കൽ വാർഫെയർ. ഇവന്മാരാരാ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് 3ാമത്തെ വേവിനകത്ത് പിള്ളേരെ എഫക്ട് ചെയ്യും എന്നുള്ളത് പറയുന്നത്? ഇവന്മാർക്ക് വല്ലതും അറിയോ? സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഇങ്ങനെയുള്ള ഒരു നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ഒരു പേടി, ഇത് കാരണമാണ് മിക്കവാറും പേര് മരിക്കുന്നത്. ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ലേഡി, ഒരു 35 വയസ്സുള്ള ഒരു ലേഡിക്ക് വിമിഷ്ടം വന്നു. പുള്ളിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരി ഒരു ആദ്യത്തെ ആശുപത്രി കൊണ്ടുപോയി അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ബെഡില്ല, നിങ്ങൾ അടുത്ത ആശുപത്രിയിലൂടെ പൊക്കോളം പറഞ്ഞു. അപ്പം അവിടുന്ന് 2ാമത്തെ ആശുപത്രിയിലോട്ട് ആംബുലൻസിലായി യാത്ര. 2ാമത്തെ ആശുപത്രി പോയെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഓക്സിജൻ ലെവൽ കുറവാ, അപ്പൊ നിങ്ങൾക്ക് ഓക്സിജൻ കയറ്റിയിട്ട് ഞാൻ നിങ്ങളെ വിട്ടേക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബെഡില്ല. 3ാമത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ബെഡില്ല എന്ന് പറഞ്ഞു. 4ാമത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേന് പുള്ളിക്കാരി മരിച്ചു. പിന്നെ ഞാൻ മനസ്സിലായത് പുള്ളിക്കാരിക്ക് കോവിഡ് പോലും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളാണ് ആ ലേഡി. ആംബുലൻസിനകത്ത് ആദ്യത്തെ ആശുപത്രി, 2ാമത്തെ ആശുപത്രി, 3ാമത്തെ, എന്തുമാത്രം പേടിയായി അകത്തോട്ട് വരുന്നറിയോ? അതുപോലെ തന്നെ ഒരു 72 വയസ്സുകാരന് കോവിഡാ, 4 ദിവസമായിട്ട് കോവിഡ് ഉണ്ട്. പുള്ളിക്ക് ആപ്പാടെ ചുമ, ചെറിയൊരു പനി, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങളുടെ ഡി ഡൈമർ ചെക്ക് ചെയ്യണം, CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡി ഡൈമർ ചെക്ക് ചെയ്തതിന് ഡി ഡൈമർ ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് 72 വയസ്സ്. ആ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് 1 മണിക്കൂറിനും പുള്ളിക്ക് വിമിഷ്ടം സ്റ്റാർട്ടായി. ആശുപത്രിയിലോട്ട് പോകുന്ന വഴിക്ക് പിള്ളേരോട് ദയനീയമായിട്ട് കരഞ്ഞ് പുള്ളി പറഞ്ഞു എനിക്ക് ആശുപത്രി പോകണ്ട, എന്നെ ആശുപത്രി കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. 2ാം ദിവസം പുള്ളി മരിച്ചുപോയി. ഹൈദരാബാദിലും നമ്മുടെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും 2 പേര് ലൈനിൽ നിൽക്കുക, കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ലൈനിൽ നിൽക്കുക. ആ ലൈനിൽ നിപ്പിന് മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചത്? ഒരു സിംറ്റംസും ഇല്ലാതെ, ഒന്നും ഇല്ലാത്ത എങ്ങനെയാ മരിക്കുന്നത്? ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം, ഇങ്ങനെ പല കേസുകളുണ്ട്. ഇങ്ങനെ പേടിച്ച് മരിക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞുതരാം, ഈ പേടിച്ച് മരിക്കുന്നതിന്റെ കാരണം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേലും ഒരു പരിഭ്രാന്തിയോ, ഒരു പേടിയോ, ദേഷ്യമോ, ദുഃഖമോ എന്തുവേലും വന്നവണ്ടെ ആദ്യത്തെ എഫക്റ്റ് ആകുന്നത് നമ്മുടെ ബ്രെത്താ. എന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയത്തില്ല, ഇറ്റ്സ് എൻ ഇൻവോളണ്ടറി റിയാക്ഷൻ. നമുക്കറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോകുന്ന നമ്മുടെ ഈ ശ്വാസം ഇങ്ങനെ ടക്ക് 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 ഇങ്ങനെ കൂടും. നമുക്ക് ഈ ദേഷ്യം വരുമ്പോഴും പേടി വരുമ്പോഴും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഈ ശ്വാസം ഇങ്ങനെ കൂടുന്നുണ്ട്. നമ്മള് ഓക്സിജൻ എടുക്കാനുള്ളതിനുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നില്ല നമ്മൾ. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിനകത്ത് കൂളായി നമുക്ക് വിമിഷ്ടം തുടങ്ങും. പക്ഷെ ഈ വിമിഷ്ടം തുടങ്ങുന്നത് നമ്മുടെ വിഷമം കൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ലങ്സ്. പക്ഷെ നമ്മുടെ വിചാരം എന്നാ, നമ്മുടെ ലങ്സ് ഏതാണ്ട് കേടായി, എനിക്ക് വിമിഷ്ടമാണ് ഡോക്ടറെ വിളിച്ചോണ്ട് ഡോക്ടർ പറയും പോരെ, നിങ്ങളുടെ ലങ്സ് ആപ്പാടെ കേടായിരിക്കുക, അഡ്മിറ്റ് ആവണം, CT സ്കാൻ ചെയ്യണമെന്ന് പറയും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ റീസൺ വൈ യു ആർ ഫീലിംഗ് ബ്രെത്ത്ലെസ്. ആ ബ്രെത്ത്ലെസ്നെസിന്റെ ഫീലിംഗ് ഈസ് എമോഷണൽ. വിഷമം കൊണ്ടും ദേഷ്യം കൊണ്ടോ പേടി കൊണ്ടാണ് ആ ബ്രെത്ത്ലെസ്നെസ് വരുന്നത്. ഞാൻ ഇത് രണ്ടിലുള്ള വ്യത്യാസം പറഞ്ഞു തരാം. ഞാൻ ഈ എമോഷണൽ ബ്രെത്ത്ലെസ്നകത്ത് ഓൺലി ബ്രെത്ത്ലെസ്നെസ്, ആ വിമിഷ്ടം മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ
ലങ്സ് ഇൻവോൾവ് ആണെങ്കിൽ ചുമ കാണും, പനി കാണും, കുറുകുറുപ്പ് കാണും, ഇങ്ങനെ ഒരുമാതിരി ഒരു ബ്രീതിങ് കാണും. ഈ പനി, ചുമ, കുറുകുറുപ്പ് ഈ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലങ്സ് ഇൻവോൾവ് ആവും. അല്ലാണ്ട് ഈ കോവിഡ് പോസിറ്റീവ് ആണ് കേട്ട ഉടനെ എനിക്ക് വിമിഷ്ടം വരുന്നു, എന്നെ കൊണ്ട് വയ്യ, ഞാൻ ജാൻ പോവാന്ന് പറയുന്നത്, ദാറ്റ് ഈസ് നോട്ട് ടു ഡു വിത്ത് യുവർ ലങ്സ്. സോ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് മൊത്തം ഒരു മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇപ്പൊ നടക്കുന്നത്. എല്ലാവരും പേടിച്ചായിരിക്കുന്നത്, പെർട്ടിക്കുലർലി പീപ്പിൾ ഹു ആർ ഓൾഡർ പീപ്പിൾ ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ ഈ 50 വയസ്സിൽ കൂടുതലുള്ളവരോ അതോ BP ഉള്ളവരോ ഡയബറ്റീസ് ഉള്ളവർക്കോ കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ ഉടനെ വിമിഷ്ടം തുടങ്ങും. നിങ്ങളിൽ എത്ര പേർക്ക് കോവിഡ് വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ വന്നവരുടെ അനുഭവം എന്നാന്ന് വെച്ചാൽ ഈ സ്പീച്ച് കഴിഞ്ഞിട്ട് പറ, ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ അനുഭവം എന്ന് പറ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ എന്തുവേലും ഒരു പേടി തോന്നുന്നത്, ദാറ്റ്സ് എ ബോഡീസ് റിയാക്ഷൻ. ബോഡിക്കകത്ത് ഒരു ഫ്രീസ് എന്ന് പറഞ്ഞ ഒരു മോഡുണ്ട്. നമ്മുടെ ബോഡിയുടെ മുമ്പിലോട്ട് എന്തുവേലും ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇമ്മീഡിയറ്റ് റിയാക്ട് ആവും. നമ്പർ 1, ബ്രെത്തിനകത്ത് ചേഞ്ച് ആവും. നമ്പർ 2, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവും. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആകുന്ന എന്തിനാ, എന്തുവേലും നമ്മളെ ഒന്ന് കടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് ആകാതിരിക്കാൻ വേണ്ടി ബോഡിക്കകത്ത് ബ്ലഡ് ഇങ്ങനെ അങ്ങ് കട്ട പിടിച്ചിരിക്കും. ദാറ്റ്സ് എ ഫ്രീസ് റിയാക്ഷൻ. ഇത് പേടി കാരണം ഇങ്ങനെ പറ്റുന്നതാ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, നിങ്ങളൊക്കെ കേട്ട് കാണും. ഈ കോവിഡ് പേഷ്യൻസ് ഒക്കെ മരിക്കുന്നത് സൈറ്റോകൈൻ സ്റ്റോം കാരണമാണ്. അവരുടെയും ബ്ലഡ് ഇങ്ങനെ കട്ട പിടിച്ചാ അവർ മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലങ്സിനകത്ത് ക്ലോട്ട്സ് വരുക, ഹാർട്ടിനകത്ത് വരുക. അപ്പൊ ഇതും പേടി കാരണമാണ് വരുന്നത്. ഞാൻ കോവിഡ് ആരെയും കൊല്ലുന്നില്ല, കോവിഡ് കാരണം ആരും മരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് മിക്കവാറും പേര് മരിക്കുന്നവർ കോവിഡിനെ കുറിച്ചുള്ള പേടി കാരണമാണ് മരിക്കുന്നത്. സോ ഹൗ ഡു വി ഡു, വാട്ട് ഡു വി ഡു എന്നാ ഇതിനൊരു സൊല്യൂഷൻ എന്നാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിപ്പോ 52 വയസ്സുണ്ട്, 53 വയസ്സുണ്ട്. ഈ 53 വയസ്സിൽ എന്റെ ജീവിതത്തില് എന്റെ ബോഡിക്കകത്ത് എന്തുവേലും പ്രശ്നം ഉണ്ടായെങ്കിൽ ആദ്യം അറിയുന്നത് ഞാനാ. നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് എന്തുവേലും പ്രശ്നം വന്നാൽ നിങ്ങളുടെ ബോഡി നിങ്ങളോട് പറയും, എനിക്കിവിടെ വേദനയുണ്ട്, എനിക്ക് പനിയുണ്ട്, എനിക്കിവിടെ വിമിഷ്ടമുണ്ട്, എനിക്ക് ഹെൽപ്പിന്റെ ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോവാൻ, മരുന്ന് കഴിക്കുക. പക്ഷെ ഇവിടെ പറ്റുന്നത് അതല്ല. കോവിഡ് ആന്നു എന്ന ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉടനെ പരിഭ്രാന്തി, ഡോക്ടറിനെ വിളിക്കുക, ഇല്ലാത്ത മരുന്ന്. ഇപ്പൊ WHO എന്നാ മരുന്ന് തരണമെന്ന് അറിയത്തില്ല. ലോകത്തിലെ അധികാരികൾക്ക് ആർക്കും അറിയത്തില്ല വാട്ട് ഈസ് ദ മെഡിസിൻ ഫോർ കോവിഡ് എന്നുള്ള ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പം ഡോക്ടർമാർ ദേ ആർ ഡൂയിങ് ദെയർ ബെസ്റ്റ്. നിങ്ങൾ അവിടെ ചെന്നവണ്ണം അവർ ഒരു ആന്റിബയോട്ടിക് തരും, ഒരു ആന്റിവൈറൽ തരും, ഒരു സ്റ്റിറോയിഡ് തരും, HCQ തരും, മൾട്ടിവൈറ്റമിൻസ്, ഒരു 16 മരുന്നാണ് ഒരുമിച്ചിരുന്ന് അടിക്കുന്നത്. നമ്മുടെ ബോഡിക്ക് ഇത്രയും മരുന്ന് ഇതുവരെ ഒരുമിച്ച് കൊടുത്ത ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഒറ്റയടിക്കത് വരുമ്പോഴത്തേന് നമ്മൾ ഈ മരുന്നൊക്കെ കഴിക്കുന്നതന്നെ ഒരു കുഴപ്പമില്ല, കോവിഡ് പോസിറ്റീവാ, നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല, പോസിറ്റീവാ. പക്ഷെ എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കാൻ പേടിയാ, ഉള്ള മരുന്നെല്ലാം കൂടെ അടിക്കും. അടിച്ചേ ചാപ്പാട് ഓരോ സിംറ്റംസ് ചെറിയ തുടങ്ങും. പനി വരും, വെപ്രാളം വരും, വിമിഷ്ടം വരും, ചുമ വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രി പോകേണ്ടി വരും, ഡോക്ടറിനെ പോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മള് തന്നെത്താനെ വരുത്തുന്നതായി പ്രോബ്ലം, സ്വന്തമായിട്ട് വരുത്തുന്ന ഒരു പ്രോബ്ലം ആയത്. നമുക്ക് കോവിഡ് വന്നെന്നറിഞ്ഞുകൊണ്ട് ഞാനിപ്പം പറയുന്നത് എന്നാന്ന് പറയാം, നമുക്കിപ്പം കോവിഡ് എന്ന് പറയുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ ഗവൺമെന്റോ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റോ അവർ ചെയ്യുന്നതൊന്നും സക്സസ് അല്ല. ആണെങ്കിൽ ഇത്രയും കോവിഡ് വരും. മാസ്ക് ധരിക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ്, കൈ കഴുകണം, ഇതൊക്കെ ചെയ്തിട്ടും കോവിഡ് ഉണ്ടോ ഇല്ലയോ? കോവിഡ് കൂടുന്നല്ലോ ഉള്ളൂ. സോ നൗ ദ ഗവൺമെന്റ് ഈസ് സേയിങ് ദാറ്റ് കോവിഡ് ഈസ് ഇൻ ദ എയർ. എയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരും. അപ്പൊ നമ്മളിപ്പം കോവിഡിനെ എങ്ങനെ നിർത്തേണ്ടി എന്നല്ല ചോദിക്കേണ്ടത്, അത് നിൽക്കത്തില്ല, എന്നാ ചെയ്താലും അത് നിൽക്കത്തില്ല. നിങ്ങൾ ഇത്രയും പേരുണ്ട്, നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. വീട്ടിൽ ഇരുന്ന കഴിഞ്ഞ 1 വർഷമായിട്ട് വീട്ടിൽ ഇരിക്കുന്ന എത്രയോ പേരുണ്ട് പുറത്തു പോകാതെ, അവർക്കും കോവിഡ് വന്നിട്ടുണ്ടോ ഇല്ലയോ? ദർ ആർ സോ മെനി കേസസ്. സോ അതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, കോവിഡിനെ നമുക്ക് നിർത്താൻ പറ്റത്തില്ല, കോവിഡ് ഈസ് ഗോയിങ് ടു ബി ദേർ. പക്ഷെ കോവിഡ് വന്നാല് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി വേണ്ടിയത്. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടിയത് കോവിഡ് ഈസ് ലൈക്ക് എനി അതർ വൈറസ് എന്നുള്ള ആലോചിക്കണം. കോവിഡിന് മുമ്പേ 2 വർഷം മുമ്പേ എനിക്ക് ഈ വർഷത്തിൽ ഒരിക്കൽ കോൾഡ് വരുമായിരുന്നു, കോഫ് വരുന്നു, ഞാൻ അതിനെ കുറിച്ച് എന്തുവേലും ചെയ്യുമായിരുന്നു, ഡോക്ടറിന്റെ അടുത്ത് പോകുമായിരുന്നു.
വല്ല ക്രോസിൻ കഴിക്കും, അല്ലെങ്കിൽ വല്ല സോൾട്ട് വാട്ടർ ഗാഗ്ലിംഗ് ചെയ്യും, ടെസ്റ്റിംഗ് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല, 3-4 ദിവസത്തിനും ശരിയാവുകയും ചെയ്യും. യെസ് ഓർ നോ? അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം അഡ്മിറ്റ് ചെയ്യണം, കോവിഡ് എന്ന് പറഞ്ഞാൽ ഈസ് ലൈക്ക് എനി അതർ വൈറസ്, നമ്പർ 1. നമ്പർ 2, എനിക്ക് അഥവാ കോൾഡ് വന്നു, കോഫ് വന്നു, പനി വന്നു, ആദ്യം ചെയ്യുന്ന തന്നെ നമ്മൾ ഓടിപ്പോയി ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കോവിഡ് ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ടേ ഉള്ളൂ, കോവിഡ് ഇല്ല. പക്ഷേ ആ ഡൗട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഒരു കോവിഡ് സെന്ററിൽ പോയി ടെസ്റ്റ് ചെയ്യാന് 100% കോവിഡ് വരും. ഇപ്പം കോവിഡ് കാറ്റിനകത്ത്, ഇറ്റ്സ് ഇൻ ദ എയർ. അഥവാ വേറെ വീട്ടിലോട്ട് ആരെങ്കിലും വിളിച്ചെന്ന് വെച്ചു ടെസ്റ്റ് ചെയ്യിക്കുക, ആ വരുന്നവന്റെ സൂട്ടേ കാണും, വരുന്നവന്റെ കിറ്റ് ബാഗേ കാണും, വരുന്നവന്റെ ഗ്ലൗസേ കാണും. അപ്പൊ നമുക്ക് കോവിഡ് ഇല്ലെങ്കിലും നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ കോവിഡ് വരികയും ചെയ്യും. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഞാൻ സജസ്റ്റ്, ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഐ ആം ഓൺലി ഗിവിംഗ് യു മൈ ഒപ്പീനിയൻ. ഞാൻ എന്റെ ഇത്രയും എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. അവസാനം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ഡിസിഷൻ ഉപയോഗിച്ച് എന്താ ചെയ്യണമെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എനിക്ക് അഥവാ കോൾഡോ കോഫോ പനിയോ വല്ലതും വന്നാൽ ഞാൻ ആദ്യം ഐസൊലേറ്റ് ചെയ്യും, വീട്ടിയിരിക്കും, കോൾഡിന് വേണ്ടിയുള്ള ഹോമിയോപ്പത്തി മരുന്ന് കഴിക്കും, ആയുർവേദം മരുന്ന് കഴിക്കും, പനി ഉണ്ടെങ്കിൽ ഒരു ക്രോസിൻ കഴിക്കും, വളരെ കൂടുതലായിട്ട് ജലദോഷം വല്ലതും ഉണ്ട് ഒരു സെട്രിസനോ ഒരു ആന്റി അലർജി മരുന്ന് കഴിക്കും, തൊണ്ടവേദന വല്ലതും ഉണ്ട് ഒരു ആന്റിബയോട്ടിക് കഴിക്കും. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകത്തില്ല, ഞാൻ വീട്ടിയിരിക്കും. 4-5 ദിവസത്തിലായി 95% ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താൽ അവരും ശരിയാവും, ദിൽ ബി ഓൾ റൈറ്റ്. കുറച്ചു പേര് കാണും പനി കുറയത്തില്ല, ചുമ കൂടും, വിമിഷ്ടം കൂടും. ഇങ്ങനെയുള്ളവർ മാത്രം പോയി ടെസ്റ്റ് ചെയ്യുക, ഡോക്ടറിന്റെ അടുത്ത് പോവുക. പൊതുവെ പറഞ്ഞു വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ, കോവിഡ് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയം കിട്ടത്തില്ല, നിപ്പിന അടിച്ച് തട്ടിപ്പോകുന്നത്. കോവിഡ് ഡയഗ്നോസ് ആവും, വിത്തിൻ ഫ്യൂ അവേഴ്സ് മരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എത്ര പേരെ അറിയാം? ഒറ്റയടിക്ക് കോവിഡ് എന്നറിഞ്ഞ് 3-4 മണിക്കൂർ ഒരു ദിവസത്തിനോ മരിച്ചവർ എത്ര പേര് നിങ്ങൾക്ക് അറിയാം? പേഴ്സണലി എത്ര പേരെ അറിയാം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ ഇവിടെയൊക്കെ? പക്ഷെ പേഴ്സണലി ആരെങ്കിലും അറിയോ? ഇല്ല. കേട്ടിട്ടുണ്ടോ? എവിടെയോ ഒരാൾ പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അത് 1% ആൾക്കാരെ അങ്ങനെ പോകത്തുള്ളൂ. ആ 1% വേണ്ടി നിങ്ങൾ എല്ലാം കൂടെ പോയി ആ വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി ഉള്ള മരുന്നെല്ലാം കഴിച്ച് ടെസ്റ്റിംഗ് എല്ലാം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? 1%. 99% ഓഫ് ദ പീപ്പിൾ അവർ വീട്ടിൽ ഇരുന്ന് ശരിയാകാനുള്ള പരിപാടിയേ ഉള്ളൂ. ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് 94% ഓഫ് ദ പീപ്പിൾ ഡു നോട്ട് റിക്വയർ ഹോസ്പിറ്റലൈസേഷൻ. 6% ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ കയറേണ്ട ആവശ്യമുള്ളൂ. അതിന് വരെ ഇവിടെ കോവിഡ് വന്ന നേരെ പോയി ആശുപത്രിയിലൂടെ പോയി ഞാൻ ചാവുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് ചാവത്തുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ആശുപത്രിയിൽ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഒരു അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഒന്നാതെ കോവിഡ് വന്നുള്ള വെപ്രാളം, അതിന്റെ കൂടെ കുറച്ച് BP ഡയബറ്റീസും ഉണ്ട്, ആശുപത്രിയിലോട്ട് പോവുക, അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഐസൊലേഷൻ വാർഡിലോട്ടാണ് നിങ്ങൾ വിടുന്നത്. ഫാമിലി ആയിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, ആരും വരാനൊക്കത്തില്ല, തന്നെത്താനെ അവിടെ ഇരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഐസൊലേഷൻ നാടിനകത്ത് കിടന്ന് എന്തുമാത്രം വെപ്രാളം കൊടും നോക്കുക. എന്റെ ഉദ്ദേശത്തില് വീട്ടിൽ ഇരുന്ന് സൗഖ്യം പ്രാപിക്കാനാണ് ചാൻസസ് കൂടുതൽ. ആശുപത്രി പോയി കഴിഞ്ഞാൽ ഒന്നാമത് ആശുപത്രി ബെഡ്സ് ഇല്ല, ഓക്സിജൻ ഇല്ല, മെഡിസിൻസ് ഇല്ല, മെഡിക്കൽ സ്റ്റാഫ് ഇല്ല. സോ നമ്മൾ തന്നെ ആ ഡിസിഷൻ എടുത്തുകൊണ്ട് നമുക്ക് കോവിഡ് വന്നാൽ എന്നാ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി നമ്മൾ വീട്ടുകാർക്ക് പറഞ്ഞു വെക്കണം. മോനെ എനിക്ക് കോവിഡ് വന്നാൽ എന്നെ അങ്ങ് കൊണ്ടുവരാം, ഞാൻ വീട്ടിൽ ഇരുന്നോളാം, പോവാണെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്ന് പൊക്കോളാം. വളരെ കൂടുതൽ വിമിഷ്ടമുണ്ട്, പനി കുറയുന്നില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗോ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ദെൻ ടേക്ക് എ ചാൻസ്. അല്ലെങ്കിൽ ചെയ്യരുത്. ഇവിടെ എല്ലാം ക്രിസ്ത്യാനികളാണ്. ഞാൻ ഒരു ദൈവികമായ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം. ഞാൻ സോറി ടു സേ, ഐ എം നോട്ട് എ വെരി റിലീജിയസ് പേഴ്സൺ. ഞാൻ ക്രിസ്ത്യാനിയായിട്ടാണ്, ഐ വാസ് ബോട്ട് അപ്പ് ആസ് എ ക്രിസ്ത്യൻ. പക്ഷേ ഞാൻ അങ്ങനെ പള്ളിയിലോട്ടൊന്നും, അച്ഛൻ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെ പള്ളിയിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങളിൽ പലരും പ്രായമുള്ളവർ എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാം ഇത്രയും വർഷമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലെറ്റ്സ് ഒരു ആവറേജ് 50 വയസ്സുള്ള ഒരു ചേച്ചിയായിട്ട്, ഒരു ചേട്ടനായിട്ട് 50 വർഷമായിട്ട് ദൈവത്തോട് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ എനിക്ക് തിന്നാൻ രാവിലെ ഫുഡ് തരണേ, വൈകിട്ട് ഫുഡ് തരണേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്? അല്ലല്ലോ. അതിനുവേണ്ടി ആരും പ്രാർത്ഥിക്കത്തില്ല. അതിനുവേണ്ടി ജന്തുക്കൾ പോലും പ്രാർത്ഥിക്കത്തില്ല. അവർക്ക് തിന്നാനുള്ള ഫുഡ് അവർക്ക് കിട്ടുകയും ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ഗോഡ്സ്. ചുമ്മാ ഫുഡ് മാത്രം തരാനല്ല ദൈവത്തിന്റെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് സംതിങ് ബിയോണ്ട്, സംതിങ് മോർ. ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ സുരക്ഷിതമായിട്ട് വെക്കണേ, ആരോഗ്യം കാത്തുകൊള്ളണേ.
ഈ 50 വർഷമായിട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അറിയാതെ തന്നെ മരിക്കുകയും ചെയ്യും. പക്ഷെ ഈ പ്രാർത്ഥന ഫലിച്ചോ ഇല്ലയോ നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? മരിച്ചു കഴിഞ്ഞിട്ടാണോ അറിയുന്നത്? ഇപ്പോഴാണ് പ്രാർത്ഥന ഫലിച്ചോ ഇല്ലയോ എന്ന് അറിയാനുള്ള സമയം. നിങ്ങളിൽ ആർക്കെങ്കിലും കോൾഡും കോഫും വന്ന് ആവശ്യമില്ലാതെ പരിഭ്രാന്തിച്ച് ആശുപത്രി പോകുന്നവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണ്. നിങ്ങൾ ഈ 50 വർഷം പ്രാർത്ഥിച്ചത് വേസ്റ്റാ. ഉറച്ചു വിശ്വസിക്കൂ. ദിസ് ഈസ് ദ ടൈം ടു ബിലീവ് ഇൻ യുവർ പ്രേയേഴ്സ്. ഇത്രയും നാളും പ്രാർത്ഥിച്ചത് മതി. ഇനിയിപ്പം നമ്മളിലുള്ള ആ കോൺഫിഡൻസ് പുറത്തോട്ട് വരട്ടെ. ഐ ബിലീവ് ഇൻ ഹിം, നത്തിങ് വിൽ ഹാപ്പൻ ടു മീ. ഞാൻ ചെയ്യാം, മരുന്നെല്ലാം കഴിക്കാം, ഐ വിൽ ഡു എവറിത്തിങ് ദാറ്റ് ഈസ് നെസസറി, ബട്ട് ഞാൻ പരിഭ്രാന്തിക്കത്തില്ല, ബിക്കോസ് ഐ ട്രസ്റ്റ് ഇൻ ദ ഗോഡ്. സോ ദിസ് ഈസ് ടൈം ടു പ്ലേസ് യുവർ ട്രസ്റ്റ് ഇൻ ദ ഗോഡ്, നോട്ട് കണ്ടിന്യൂ ടു പ്രേ. എനഫ്. നൗ യു സ്റ്റാർട്ട് പ്ലേസിങ് യുവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ തന്നെയല്ല, നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് ഒരു ധൈര്യം കൊടുക്കാനുള്ള സമയമായത്. നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ 10 പേർക്ക് വിശ്വാസം കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ നെയ്ബറിന് കോവിഡ് വന്നു, നിങ്ങൾ അവരോട് ആവശ്യമുള്ള മരുന്നൊക്കെ കഴിച്ച് വീട്ടിൽ ഇരിക്കും, നിനക്ക് ഒന്നും പറ്റത്തില്ല എന്ന് ഉറച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം വിശ്വാസം ആ മനുഷ്യന് കിട്ടുന്നതെന്നറിയാം. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്താണ് മറ്റുള്ള ആൾക്കാരെ നമ്മൾ ഇതിൽ നിന്നും പുറത്തു വരേണ്ടത്. അല്ലാണ്ട് വെപ്രാളിച്ചെന്ന് ആശുപത്രിയിൽ അവിടെ പോയി കിടക്കുക, ആ മരുന്ന് കിടക്കുക, ഈ മരുന്ന്. ബിക്കോസ് ഇപ്പൊ അതിനുള്ള സമയമല്ല. ഇപ്പൊ നമുക്ക് ആശുപത്രിയിൽ സ്ഥലമില്ല, ബെഡ്സ് ഇല്ല. നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും നിങ്ങൾക്ക് അതിന്റെ സിറ്റുവേഷൻ അറിയാം, നിങ്ങളൊക്കെ പേപ്പർ വായിക്കുന്നുണ്ടല്ലോ. സോ ദീസ് ആർ certain things that we need to do to നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. സോ ഞാൻ ഇനിയും കൂടുതൽ ഇപ്പൊ ഇങ്ങോട്ട് ഐ നോട്ട് ടോക്ക് മോർ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഞാൻ ഐ ഗിവ് യു സം ആൻസേഴ്സ് ടു whatever is the problem. അതുപോലെ തന്നെ ഞാൻ ഒരു വാക്സിനെ കുറിച്ച് ഒരു കാര്യം ഞാനിപ്പം പറഞ്ഞില്ലല്ലോ, ആരെങ്കിലും ചോദിക്കും. ഞാൻ അതിന് മുമ്പ് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ വാക്സിൻ കൊടുക്കുന്നുണ്ട്, ചിക്കൻ പോക്സിന്റെ വാക്സിനോ മീസിൽ വാക്സിനോ എന്തുവേലും കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ധൈര്യമായിട്ട് പോയി പിള്ളേരെയും കൊണ്ടുപോകുക, വാക്സിൻ കൊടുക്കുമായിരുന്നു. നമ്മൾ പക്ഷേ വാക്സിനെ കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഈ വാക്സിന് എഫക്റ്റീവ് ആണോ, ഈ വാക്സിന് സൈഡ് എഫക്റ്റ് ആണോ എന്ന് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യത്തെ ഡൗട്ട് വരുന്നത് വാക്സിൻ ഈസ് വർക്കിംഗ് ഓർ നോട്ട്, വാക്സിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ, ക്ലോട്ട് വരുവോ ഇല്ലയോ, മരിച്ചു പോവോ ഇല്ലയോ. ഇങ്ങനെയുള്ള പലതരം ഡൗട്ടും കൊണ്ടാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കാൻ പോകുന്നത്. ഒരു ഡോക്ടറിന്റെ അടുത്തോ ഒരു മരുന്നോ ഇതിനു മാത്രം ഡൗട്ടുമായിട്ട് നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ ആ വാക്സിൻ വർക്ക് ചെയ്യത്തില്ല. വിശ്വാസത്തോട് വേണം എടുക്കാൻ. അപ്പം വാക്സിൻ എടുക്കുന്നവർ ഈ ആവശ്യമില്ലാത്ത ആ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും മനസ്സിൽ വെക്കാതെ ധൈര്യമായിട്ട് പോയി വാക്സിൻ എടുക്കുക. അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യല്ലേ, എനിക്ക് ക്ലോട്ട് വരുമോ, എനിക്ക് പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് അത് വരുമോ ഇത് വരുമോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ റോങ് തിങ് ടു ഡു. അങ്ങനെ വളരെ വളരെ സംശയമുള്ളവർ എടുക്കാതിരിക്കുക. എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് എടുക്കുക. ദിസ് ഈസ് ആസ് ഫാർ ആസ് ദ വാക്സിൻ ഈസ് കൺസേൺ. Okay, so I'll stop my talk here, and I welcome any questions from anybody, and I'll try to answer that. Thank you. Okay, thank you doctor, വളരെ ക്ലിയർ ആയിരുന്നു. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ഡോക്ടറോട് എന്ത് ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. ആൻഡ് ഇൻ കേസ് ട്രാൻസ്ലേഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഫിലിപ്പോസ് ഈസ് ദേർ. ഓക്കെ, ആർക്ക് വേണം ചോദ്യം ചോദിക്കാവുന്ന അവസരമാണ് കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ചോദിച്ചോട്ടെ ഫിലിപ്പോസ്? ഓക്കെ, താങ്ക്സ് അ ലോട്ട് ഡോക്ടർ, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം വിശ്വാസത്തെ കുറിച്ച് പറയാൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാനത് ഒരുപാട് എൻ്റെ ഒരു ബോധ്യമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ഇപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്നോട് നാളെ മരിച്ചു എന്ന് പറഞ്ഞാലും എനിക്കറിയില്ല, ഇത് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായില്ല, എങ്കിലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ എന്തൊരു ഫീവർ വന്നു കഴിഞ്ഞാൽ അപ്പൊ പാരസെറ്റമോൾ കഴിക്കാനാണ് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത്, ഈവൻ ഡോക്ടേഴ്സ് പോലും. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു സിസ്റ്റം അല്ലേ, ഒരു റെസിസ്റ്റൻസ്, അതായത് ഒരു വൈറസോ അല്ലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണല്ലോ ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫീവർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഹെൽപ്പിംഗ് തിങ്, റൈറ്റ്? വി ഷുഡ് നോട്ട് സപ്രസ് ദാറ്റ്. പക്ഷെ ഒരു പരിധി കൂടുതൽ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ ബ്രെയിനെ അഫക്ട് ചെയ്യാം, ഫിറ്റ്സിലേക്കൊക്കെ പോകാം. പക്ഷെ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്യൂർ കൊടുക്കുന്നതല്ലേ ഈ പാരസെറ്റമോൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ്, ഈവൻ കൊറോണയുടെ കേസ് ആണെങ്കിൽ പോലും എന്നുള്ളത് എൻ്റെ ഒരു സംശയം. So this is true. What you're saying is very true. നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ ആ വൈറസ് ഡിസ്ട്രോയ് ആവും.
അതൊരു ബോഡിയുടെ ഒരു റിയാക്ഷൻ ആണ്. ഫീവർ വരുന്നത് നല്ലതാ. ദാറ്റ് മീൻസ് യുവർ ബോഡീസ് ഇമ്മ്യൂണിറ്റി ഈസ് വെരി ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് ടാക്ലിംഗ് ദ വൈറസ് വെരി വെൽ. പക്ഷേ ഈ കോവിഡ് സിറ്റുവേഷനിൽ ഇതും വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ആപ്പടെ പനി കൂടി കഴിഞ്ഞാൽ മനുഷ്യന് ഇത് സമതല തെറ്റിപ്പോകും. സോ ഞാൻ എന്റെ ഉദ്ദേശത്തിൽ 100 കൂടുതൽ പനി വരുവാണെങ്കിൽ പാരസെറ്റമോളോ $60 കഴിക്കുന്നതാണ് നല്ലത്. ഈ പ്രൈസ് 650. Generally, I agree with you, but in this situation, because there's a lot of mass hysteria, എല്ലാവരും പേടിച്ച് ഭയന്നിരിക്കുക. ഇങ്ങനെയുള്ള ഒരു അവന്റെ പനി മാറുന്നില്ല, പനി മാറുന്നതിന് അത് ആപ്പടെ വേറെ ഒരു ലെവലിലോട്ട് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ 100+ ഞാൻ എല്ലാവരോടും പറയുന്നത് 100 കൂടുതൽ ഉണ്ടെങ്കിൽ $650 കഴിക്കുക. It's better to take. Thank you, doctor. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെ ചോദിക്കാവുന്നതാണ്. ബോബി ഇനിയും ചോദിക്കാൻ പറ്റും. നേരത്തെ മ്യൂട്ട് ആയിരുന്നു, അതുകൊണ്ടാണ്. ഇനി അൺമ്യൂട്ട് ചെയ്യാം എല്ലാവർക്കും. ഓക്കെ റൈറ്റ്. ഡോക്ടർ, ഞാൻ ചോദിച്ചോട്ടെ. ബോബിയാണ്. എനിക്ക് ഐ വാസ് കോവിഡ് പോസിറ്റീവ്. ഐ വാസ് ടെസ്റ്റഡ് പോസിറ്റീവ് ഇൻ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക്. അത് മോളുടെ വഴിയാ കിട്ടിയെന്ന്. മോളുടെ വന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് അറിഞ്ഞു പോലും ഇല്ല. മോള് പറഞ്ഞെങ്കിലും ടേസ്റ്റ് ചേഞ്ച് ആയി എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ല. എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മോളിൽ നിന്നാണ് എനിക്ക് കിട്ടിയെന്ന് മനസ്സിലായത്. ഞാൻ ഹോമിയോ മെഡിസിൻ ആണ് എടുത്തത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു. ഹോമിയോ മെഡിസിൻ ആണ് എടുത്തത്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഉള്ളത് തൊണ്ടയ്ക്ക് കുറച്ചൊരു ഹെറിറ്ററി ആയിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പൊ ആ ഗലേമെ കിച്ച് എന്ന് പറയുന്ന പോലെ തന്നെ അത് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് കരിഞ്ചീരകം കഴിക്കാറുണ്ട്. ഡോക്ടറെ ഇടയ്ക്ക് കണ്ടായിരുന്നു, ഹോമിയോ ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ടയർഡ്നെസ് ഉണ്ട്. അപ്പം ജസ്റ്റ് എന്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വാട്ട് യു സജസ്റ്റ്? ഇനിയിപ്പോ ഞാൻ ആ ഇമ്മ്യൂൺ ബൂസ്റ്റർ എടുക്കുന്നുണ്ട്. എവറി 21 days ഉള്ളത് അത് എടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഡോസ് എടുത്ത് കഴിഞ്ഞു. എനിത്തിങ് യു ക്യാൻ ഫ്രം യുവർ എക്സ്പീരിയൻസ്? Yes, a couple of things from this. നമുക്കറിയാനുള്ളത് ഇപ്പൊ മോക്ക് വന്നേച്ചു പോയെന്നുള്ളത് മിക്കവാറും പേർക്ക്, പെർട്ടിക്കുലർലി യങ്സ്റ്റേഴ്സിന്, ഈ കോവിഡ് വന്നാലും അവർക്ക് വന്നതായിട്ട് അറിയത്ത് പോലും ഇല്ല. So there will be no symptoms at all, 0 symptoms. Number 2, ഈ ഹോമിയോപ്പത്തിക് പ്രിവെന്റീവ് എടുത്തവർക്കോ അല്ലെ ഹോമിയോപ്പത്തിക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് എടുത്തവർക്കും അഥവാ കോവിഡ് വന്നാലും നമ്പർ 1 അറിയത്തില്ല. നമ്പർ 2, വന്നാൽ തന്നെ അത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് അതങ്ങ് ട്രീറ്റ് ആവുകയും ചെയ്യും. അത് ഐ മീൻ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ യുവർ കേസ്. നമ്പർ 3, ഈ ഹോമിയോപ്പത്തിക് മരുന്ന് കഴിച്ച് കോവിഡിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നവർക്ക് പോസ്റ്റ് വൈറൽ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണാറില്ല ഇതുവരെ. പക്ഷേ അലോപ്പത്തിക്കകത്തുള്ള ആ കോൺകോഷൻ എല്ലാം കഴിച്ച് കോവിഡിനകത്തും ആന്റിവൈറലും അതും ഇതും എല്ലാം കഴിച്ച് സൗഖ്യം പ്രാപിക്കുന്നവർക്ക് വളരെ വളരെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആണ് കാണുന്നത്. നമ്മള് ഈ ചെവിക്കകത്ത് സൗണ്ട് വരുക, ഭയങ്കരമായ വീക്ക്നെസ് വരുക, വിട്ടുമാകാത്ത ചുമ വരുക, യൂറിനറി ഇൻഫെക്ഷൻ വരുക, വളരെ വളരെ കോംപ്ലിക്കേഷൻ, സ്കിൻ പ്രോബ്ലംസ് വരുക. ദാറ്റ് ഈസ് ഓൾ ബിക്കോസ് സ്റ്റീറോയിഡ്സും അതും ഇതും എല്ലാം കൂടെ ഉപയോഗിക്കുന്നവർക്ക് ഈ പ്രോബ്ലംസ് വരുന്നത്. വാട്ട് യു ആർ സഫറിംഗ് വിത്ത് ദിസ് ഗലേമിക് itch has nothing to do with COVID. Okay. It is a usual thing that you would have had, so you can just consult your doctor and take something for it, and then nothing to do with COVID and its side effects. Weakness, yes, COVID can leave a lot of weakness in people, but not for a year. For a few weeks it can cause. Right. But this has nothing to do with that. Okay, doctor, thank you. ബോബി മിനി അലക്സ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മിനി അലക്സ് പറഞ്ഞോളൂ, ചോദിച്ചോളൂ. Okay, thanks for ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒത്തിരി ഹെൽപ്പ് ആയിരുന്നു ഡോക്ടറുടെ ക്ലാസ്. എനിക്ക് മിനി ബ്രേക്ക് ആവുന്നുണ്ട്. കാര്യങ്ങൾ ഫീൽ ചെയ്യുന്ന ഒന്ന് ഡയബറ്റിക് നമ്മൾ അറിയുന്നു. ഡോക്ടർ അതിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. സോറി 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വന്നാൽ ഭയങ്കര പെട്ടെന്ന് പ്രശ്നമാവും എന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഡോക്ടറും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു, ആൾക്കാരുടെ ഭയത്തെ കുറിച്ച്. അപ്പം അങ്ങനെ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഡോക്ടർ പറഞ്ഞ് ജസ്റ്റ് പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് വരുവാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും അത് തന്നെ ചെയ്താൽ മതിയോ? രണ്ടാമത്തെ കാര്യം, ഈ ഒത്തിരി ഹോംലി റെമഡീസ് പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി. പലരും അത് പരീക്ഷിക്കാനായിട്ട് നമ്മളെ ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? മീൻസ് ചെറുനാരങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള കുറെ കോമ്പിനേഷൻസ് വെച്ചിട്ട്, അപ്പൊ അതൊക്കെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാം, എഫക്റ്റീവ് ആണെന്നുള്ളതിനെ കുറിച്ച് ഒരു
ഹെൽപ്പ് കിട്ടുവാണെങ്കിൽ നല്ലായിരുന്നു. താങ്ക്സ്. ഓക്കെ, ഞാനിപ്പം മിനി എന്നല്ലേ പേര്, മിനിയോട് തന്നെ ചോദിക്കാം. മിനി, ലെറ്റ്സ് സേ ദാറ്റ് യു ആർ ഡയബറ്റിക്. Okay. Yes. Yeah. Now you I'm get diabetic. COVID. Oh, you are diabetic, and you get COVID. Okay. You have no symptoms. You don't have anything. You have a little bit of cold, cough, fever, and all that. What do you want to do? What is it that you would like to do? Would you like to stay at home, or would you like to get yourself admitted in a hospital? ആക്ച്വലി പേഴ്സണലി എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് വീട്ടിൽ തന്നെയാണ് കംഫർട്ട്. മെഡിസിൻസിനൊന്നും അധികം ഇല്ല. So it is not just you. All of us. None of us want to go to the hospital. Usually, and particularly ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് nobody wants to go to the hospital, because അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഇരിക്കണം, ഫാമിലിയായിട്ട് കോണ്ടാക്ട് ഇല്ല, നമ്മള് സമാധാനം പറയാൻ ആരുമില്ല, പേടിക്ക് വേണ്ടൊന്നും ആരുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിലും ബി പി ഉണ്ടെങ്കിലും ആശുപത്രി പോയി എന്നാ ചെയ്യാൻ? അവിടെ ചെയ്യുന്ന മരുന്ന് തന്നെ വീട്ടിൽ തന്നെ അങ്ങ് ചെയ്യത്തില്ലേ? Why do you want to get yourself admitted? Stay at home, be in touch with your doctor, and without any symptoms. See, this is a very wrong thing. That's what I'm telling right from the beginning. Diabetes ഉള്ളവർക്കും ബി പി ഉള്ളവർക്കും ഞാൻ ഒരു കാര്യം, ഇത്രയും 60-70 പേരുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എത്രയോ പേർക്ക് കോവിഡ് വന്നു. അവരിൽ ഡയബറ്റീസും ബി പി ഉള്ളവരുണ്ടോ ഇല്ലയോ? അവരൊക്കെ സൗഖ്യം പ്രാപിച്ചോ ഇല്ലയോ? ചെയ്തു. നമ്മളുടെ അറിവിലുള്ള ചില സൗഖ്യം പ്രാപിച്ചു. How if they are alive? നമ്മൾ ആ സൗഖ്യം പ്രാപിക്കരുത്. നമുക്കൊരു we are not bothered. 100-90 പേര് സൗഖ്യം പ്രാപിച്ചു എന്നുള്ളത് നമ്മൾക്ക് അതല്ല. ആ 100-ൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. അതേ നമ്മുടെ മനസ്സിലാത്ത തരത്തുള്ളൂ. We are not looking at people who are recovering. So it is not true that everybody who is having diabetes and BP should be very careful. പേടിച്ചു ആശുപത്രി പോ. No, that's not true. So many of them recovering around us. So it is not a big deal at all. That's not correct. I don't agree to that. Okay. I mean, sorry. The second part of the question, sorry, about home remedy. See, most of the home remedies that is going in the social media are all very safe. They are all either Ayurveda, homeopathy, or a natural jadi booty. ഇതിനകത്ത് ഒരു പ്രശ്നമില്ലാത്ത this can be consumed with anybody, because any side effect ഒന്നുമില്ല, കെമിക്കൽ ഇല്ലാത്ത ഒരു കാരണമായതുകൊണ്ട് you can go ahead and take it. Nothing wrong in it. Absolutely nothing wrong in it. Okay. Thanks, doctor. Thanks. ഓക്കെ, എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അല്ലാത്ത സമയത്ത് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എനിക്ക് ഒന്ന് ജാസ്മിൻ ഹാൻഡ് റൈസ് ചെയ്തു. Yes, Jasmine. Okay, thank you. I'm very thankful for your talk, doctor. And I agree with all the points. What I have a question is that you want നമുക്ക് നമ്മൾ വീട്ടിലായിരിക്കുന്നത്, ഹോസ്പിറ്റലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ 2 കാര്യങ്ങൾ ഒരു ക്രിട്ടിക്കൽ ആയിട്ടാണ് എന്റെ അറിവ്. അതായത് ബ്രെത്ത്ലെസ്നെസ് ആൻഡ് ബ്ലഡ് ക്ലോട്ടിങ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക വീട്ടിലാണെങ്കിൽ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന് കാരണം ഐ ക്യാൻ even talk about the oximeter. ഈ ഓക്സിമീറ്റർ എന്ന ഒരു കാര്യം ഞാൻ 32 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ദിവസവും ഞാൻ 100-150 പേരെ കാണുന്നുണ്ട്. ഇത്രയും പേഷ്യൻസിന് 32 വർഷത്തിനകത്ത് ഞാൻ ഇതുവരെ ഒരു ഓക്സിമീറ്റർ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഓക്സിമീറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ കോവിഡ് വരുന്നതിന് മുമ്പേ? നഴ്സുമാർക്ക് അറിയാം, പക്ഷെ അല്ലാത്തവർക്ക് ആർക്കും ഓക്സിമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിക്കകത്ത് ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഓരോ തവണ ഇങ്ങനെ കൂടുകയും കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ സ്ട്രെസ് ആയിരിക്കുന്നുണ്ടേ, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉറങ്ങുന്നുണ്ട്, നമ്മൾ തിന്നുന്നുണ്ട്, നമ്മുടെ ബോഡിക്കകത്ത് ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ഈ രാംദേവ് ബാബ എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ട്. പുള്ളിക്കാരൻ ഈയിടെ ഒരു ബ്രെത്ത് വർക്ക് ചെയ്തിട്ട് പുള്ളിക്കാരൻ കാണിച്ചു, പുള്ളിയുടെ ഓക്സിജൻ ലെവൽ 72 വരെയും കൊണ്ടുവന്നു. വിത്തിൻ അബൌട്ട് എ മിനിറ്റ് ഓർ 2 ഹി കുഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ടു 100. അത്രയും ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മുടെ ബ്രെത്ത് വർക്കിനുള്ളത്. പക്ഷെ നമ്മൾ അതൊരിക്കലും മെഷർ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ പ്രോബ്ലം എന്നാ, കോവിഡ് വന്നവണ്ണം ആദ്യം പോയി ഒരു ഓക്സിമീറ്റർ മേടിക്കും. അത് മേടിച്ചോണ്ട് വന്ന് കയ്യെ പിടിച്ചോണ്ട് നടക്കും. നോക്കുന്നുണ്ട് 4 മണിക്കൂർ 5 മണിക്കൂർ നോക്കുന്നു, അയ്യോ എന്റെ ഓക്സിജൻ ലെവൽ കുറയുന്നു, ഡോക്ടറെ വിളിക്കുക, അല്ലെ ആശുപത്രിയിൽ പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, പക്ഷെ ഓക്സിജൻ മീറ്ററിനകത്ത് കാണിക്കുന്നു. ദിസ് ഈസ് ദ മാസ് ഹിസ്റ്റീരിയ ദാറ്റ് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഭ്രാന്ത് പിടിക്കുക ആൾക്കാർക്ക്. No, I am not saying don't use oximeter. Use an oximeter if you genuinely have fever, cough, wheezing, breathlessness. That means your lungs are involved. Appa ningal oximeter vechu nokkittu karanga, then you be prepared for it. ഒരു പ്രശ്നം ഇല്ലാതെ ഓക്സിമീറ്റർ നോക്കി ആശുപത്രി പോകുന്ന എത്രയോ പേരുണ്ട്, ആശുപത്രി അഡ്മിറ്റ് ആവാൻ പറയുന്ന എത്രയോ പേരുണ്ട്, ബിക്കോസ് ഓഫ് ഓക്സിമീറ്റർ. സോ ദിസ് ഇസ് ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക്.
Only if you have symptoms, then look at the oximeter and then you decide accordingly. This is my suggestion for it. Number two, what you asked me about how to handle blood clot and all. You cannot handle blood clot at home. Blood clot has to be handled at the hospital. But blood clot happens only in towards the later stages of the disease. നമ്മൾ ഈ ഒട്ടേ നിന്ന് നിപ്പിന് ബ്ലഡ് ക്ലോട്ട് ആയി മരിക്കത്തില്ല. അതങ്ങനെ മരിക്കുന്നത് എങ്ങനെയാ? ചിലർക്ക് ഈ ബ്രെയിൻ സ്ട്രോക്ക് ഒക്കെ വന്ന് മരിക്കുന്നവര് നമ്മൾ പണ്ട് പോലെ അറിയാവുന്നല്ലോ. നിന്ന് നിപ്പിന് BP കൂടുതലുള്ളവർക്ക് അവർക്ക് ബ്ലഡ് ക്ലോട്ട് ആയി മരിച്ചു. അത് ദാറ്റ് ഇസ് നോട്ട് സ്റ്റോപ്പബിൾ. ദാറ്റ് യു കനോട്ട് സ്റ്റോപ്പ്. അതുപോലെ തന്നെ കോവിഡിനകത്തും ബ്ലഡ് കാരണം മരിക്കുന്നവരെല്ലാം ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ ബ്ലഡ് ക്ലോട്ട് വരുന്നത്. ആ സ്റ്റേജ് വരുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബോഡി വിൽ ടെൽ യു I am not feeling well, I should go to the hospital എന്നുള്ളത് your body will tell you. You should wait for your body to tell you that you need help rather than going and filling the beds. ആവശ്യമുള്ളവർക്ക് ബെഡ് കിട്ടത്തില്ല. നമ്മൾ പോയി ആ ബെഡിൽ പോയി കിടക്കുകയും ഒരു പ്രശ്നമില്ല. അവിടെ മരിക്കാൻ കിടക്കുന്നവന് ഒരു ബെഡ് കിട്ടുകയില്ല, ഓക്സിജൻ കിട്ടത്തില്ല. So these are the problems that is our country is facing right now. I hope you answered your question. Yeah, thank you. Yeah, Jacob Thomas, you may ask. Yes, Doctor, I'm Jacob. I'm from Bombay, and it has been really very informative that whatever you shared. I was COVID positive in the month of March, and I did the home isolation in spite of all the pressure from all my friends that I need to do a D-dimer, I need to do a chest X-ray, a chest CT probably, but I took a call of continuing with the home isolation. So it was the 14-day isolation, and after about 3 days further, I did the RT-PCR again, and turned out to be negative. Everything went smooth. Temperature maximum had raised to 102.5, and no other symptoms as such. There was absolutely no breathlessness or nothing. I recovered very well, doctor. But post everything, after about maybe 2-3 weeks, for 2 days, I felt that I'm feeling short of breath. I thought it was a clogged nose, but it was not a clogged nose also. I didn't have a cold. But this thing sometimes comes and goes. So I did visit a post recovery of a doctor here, and he examined me and examined me physically, moving my legs, chest, etc. And he said, "Boss, you recovered very well, nothing to worry." And he asked me, "Do I get tired while walking?" I walk about 45 minutes a day. I don't get tired at all. But this thing is at times coming and bothering me. Also, for your information, I have started the immunity dose from you, and also the post-COVID, recovery medicines which is suggested. But this thing at times comes. I do not know whether it is psychological because I do not have any clogged nose, but it comes and goes. So I thought I'll check with you, doctor. Yeah. So I'll give you an answer for this. See, basically, COVID എന്ന് പറയുന്നത് one of the most important organ the COVID is affecting is our lungs. Right. അപ്പൊ ഇപ്പൊ ഈ കോവിഡ് വരുന്ന എല്ലാവർക്കും നിങ്ങൾ ഒരു 70-80% ആൾക്കാർ കോവിഡ് വരുന്നവർക്ക് ഒരു CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ഉള്ളത് കാണുമല്ലോ. Right. That means it has affected your lungs. Now, right. I'm very happy that you've not got yourself investigated and all those things. Right. Now, there is every possibility that your lung definitely went through inflammation during the COVID. Okay. Once it goes through the inflammation, it takes a few months for it to get back to normalcy. Now your lung is recovering. Right. And it is recovering beautifully according to me, because you're getting an occasional breathlessness, which you must just ignore and don't take any medicines. Continue with right. what post-immunity medicine, medicine that you're taking in homeopathy. It will settle down right. over a period of time. Okay. You do not have to go in for any further investigation. Just leave it alone. Now, perfect. Since you brought this up, let me tell you another couple of facts that everybody needs to know. നമ്മൾ ഈ പ്രാധാന്യമായിട്ട് നമ്മൾ ഈ കോവിഡ് വന്നാൽ ചെയ്യുന്ന 3 ഇൻവെസ്റ്റിഗേഷൻ. Number 1 CT scan, Number 2 ഒരു D-dimer, Number 3 C-reactive protein. Right. ഈ കോവിഡ് വരുന്ന പോസിറ്റീവ് ആയിട്ട് ആര് ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു കഴിഞ്ഞാലും ഈ CT സ്കാനിനകത്ത് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് തീർച്ചയായിട്ടും കാണും, D-dimer കൂടും, C-reactive പ്രോട്ടീനും കൂടും. ബട്ട് ഈ 3 ടെസ്റ്റും ഒരു കോവിഡ് സ്പെസിഫിക് ടെസ്റ്റ് അല്ല. Right. Any inflammation or any infection that happens in the body will show these things will raise. This is only a supportive therapy. It is not a COVID specific therapy. So there is no point in D-dimer koodalaanu parna ashutri poittu oru karyamilla unless you have any symptom. So don't unnecessarily investigate. And I mean, you have dealt with it so beautifully. You have recovered on your own. I mean, that's the best way to deal with it. And these are minor things. It will settle down over a period of time. Thank you, doctor.
This one, Mahi ചോദിച്ചോളൂ. ഓക്കെ സാർ. സാർ, ഒരിക്കൽ കോവിഡ് വന്ന ആൾക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ സർ? ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്കറിയാവുന്ന ഒരു 5-6 പേർക്ക് മാത്രമേ, ഇത്രയും പേരെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ, 5-6 പേർക്ക് മാത്രമേ കോവിഡ് രണ്ടാമതായിട്ട് വന്നിട്ടുള്ളൂ. സോ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് തരണമെങ്കിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് കോവിഡ് രണ്ടാമത് വരാൻ വളരെ ചുരുക്കമായിട്ടേ വരത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തരത്തുള്ളൂ. ദോ സ്റ്റാറ്റിസ്റ്റിക്കലി ഐ ഡോണ്ട് നോ, ബട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സെക്കൻഡ് ടൈം കോവിഡ് വരുന്നത് വളരെ വളരെ ചുരുക്കമായിട്ടാണ്. അതിനിപ്പോ ഈ സെക്കൻഡ് ടൈം വന്നവരും അങ്ങനെ ആദ്യത്തെ പോസിറ്റീവ് ആണ്, 2 ആഴ്ച കഴിഞ്ഞ് എടുത്ത ഉടനെ നെഗറ്റീവ് ആണ്, ഒരു 2 ആഴ്ച കഴിഞ്ഞ ഉടനെ എടുത്ത് പോസിറ്റീവ് ആണ്. അപ്പൊ എന്റെ ഉദ്ദേശത്തിൽ ഈ രണ്ടാമത്തെ ചെയ്ത ടെസ്റ്റ് ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റാണ്. അപ്പൊ പുള്ളി നേരത്തെ തന്നെ ആദ്യം മുതലേ പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ട് രണ്ടാമത് വന്നെന്നുള്ള ഒരു ധാരണയാണ്. പക്ഷെ no, very rare people, very rare people get second time. Very rare. Okay sir, thank you sir. Thank you. Sojan, please. Sojan Alex. Sojan, അവിടെ ഉണ്ടോ? വേറെ ഒരു റൈസ് ഹാൻഡ് കൂടെ കണ്ടിരുന്നല്ലോ. സോജൻ കേൾക്കാമോ? ഡോക്ടർ കേൾക്കാവോ? പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ, എനിക്ക് ഒരു സംശയമുള്ളത്, ഞാൻ വാക്സിൻ എടുത്തു. വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല. കാരണം എനിക്കൊരു ചുമയോ അല്ല പനിയോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല. എനിക്ക് ഡയബറ്റിക് ഉണ്ട്, പ്രഷറും ഉണ്ട്. എന്റെ കൂട്ടത്തിൽ എടുത്ത ഒരാളൊരു 75 വയസ്സുണ്ട്. പുള്ളിക്കാരന് ഭയങ്കര പനിയായിരുന്നു. അതുപോലെ എന്റെ സിസ്റ്ററിന് ഭയങ്കര പനിയായിരുന്നു, ഛർദിലുണ്ടായിരുന്നു. എന്റെ വൈഫിന് ചെറിയ സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ടാണ് എന്തോ നിങ്ങൾക്ക് ഒരു ബോഡിയിൽ ആ വാക്സിൻ എഫക്ട് ചെയ്യാതിരുന്നത്, അതുകൊണ്ട് വലിയ വാക്സിൻ എടുത്തുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു അസുഖം വരാതിരുന്നത് പറഞ്ഞു. അതിൽ ഈ വാക്സിൻ എടുക്കുമ്പോൾ നമുക്ക് പനി ഉണ്ടാകുന്നത് നല്ലതാണോ? അതിനെക്കുറിച്ച് പല രീതിയിലുള്ള ചോദ്യങ്ങളും ആൻസറുകളും വരുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ സംശയം. ഡോക്ടർ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. താങ്ക് യു. എനി വാക്സിൻ, നമ്മളിപ്പം പിള്ളേർക്ക് വാക്സിൻ കൊടുത്താൽ ചിലർക്ക് പനി വരും, ചിലർക്ക് പനി വരത്തില്ല. പണ്ട് മുതലേ വാക്സിൻ ഇങ്ങനെ എല്ലാവർക്കും പനി വരണമെന്ന് 100% ഇറ്റ്സ് നോട്ട് നെസസറി. Some people react, some people don't react. That does not mean that you are not forming antibodies in the body. That's not true. So that is not a hard and fast rule. That's why ഞാൻ ആദ്യം മുതലേ അതാ പറഞ്ഞു, ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വാക്സിനെ സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നിങ്ങൾക്ക് പനി വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു വിശ്വാസം വേണം, ഞാൻ വാക്സിൻ എടുത്തിട്ടുണ്ട്, ഐ എം ഗോയിങ് ടു ബി പ്രൊട്ടക്റ്റഡ്. ആ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് മോർ ദാൻ എനിത്തിങ്. സോ ഡോണ്ട് ഡൗട്ട് ഇറ്റ്. പലരും ഉണ്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് പോയി ആന്റിബോഡീസ് വന്നോ ഇല്ലയോ എന്ന് പോയി ചെക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3-4 ഷോട്ട്സ് എടുത്തവരെ എനിക്കറിയാം. ദാറ്റ്സ് മാഡ്നെസ്. ഡോണ്ട് ഡു ദാറ്റ്. വാട്ട് ഈസ് പ്രിസ്ക്രൈബ് 2 doses, take 2 doses, leave the rest to God. Trust in it completely. It is not necessary. എല്ലാവർക്കും പനി വരണമെന്നുള്ളത് that's nothing. That's not important at all. Okay. Yes, Andrew. Andrew, you may. Hello, doctor. Hello. അപ്പൊ എനിക്ക് സംശയമുള്ളത്, 2 വാക്സിൻ ഇല്ലേ, കോവാക്സിനും കോവിഷീൽഡും. അപ്പൊ ഈ പോർട്ടലിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് വാക്സിൻ വേണം? കാരണം ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന വാക്സിൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ രണ്ടിലും ഒരു എഫക്റ്റ് ഉണ്ടാവും വെച്ചാൽ ചിലപ്പോ സൈഡ് എഫക്റ്റ് കുറവുള്ള വാക്സിൻ ഏതാന്ന് ഡോക്ടർക്ക് അറിയാം. If we have a choice, which vaccine should we choose? അങ്ങനെ വല്ലതും ഉണ്ടോ? I'll tell you. I can only tell you personally what I am doing. See, I have not taken a vaccine so far because I have a lot of doubt about the vaccine. ഞാൻ ഇത്രയും സംശയം വെച്ചുകൊണ്ട് ഞാൻ വാക്സിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്പർ 1. നമ്പർ 2, ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്റെ പ്രിവെന്റീവും കഴിച്ചുകൊണ്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ആ ധൈര്യം എനിക്കുണ്ട്. കുറെ നാളിലൂടെ എന്നെ അത് ഒരു സുരക്ഷിതമായിട്ട് വെക്കും എന്നുള്ള ഒരു ധൈര്യമുണ്ട്. 3ാമത്, എന്റെ ഉദ്ദേശത്തില് അടുത്ത 6 മാസം 7 മാസത്തിനും പുതിയ വാക്സിൻ വരും, which is going to cover all strains and which will be more effective. So I would probably wait for that. ഈ കോവാക്സിൻ ഫൈസറും ഇതിനകത്ത് ഏതാ നല്ലതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇൻഫാക്ട് I didn't even go into it because it's very difficult to figure out. തീർച്ചയായിട്ടും ഇത് നല്ലതാ, ഇതിന് സൈഡ് എഫക്ട് കൂടുതലാ, ഇതിന് സൈഡ് എഫക്ട് കുറവാന്ന് പറയാൻ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് all these vaccines have been developed over a very short period of time and they've been tested at different times. So it is impossible to choose. If you're going in for a vaccine, don't choose. Just go take whatever vaccine is available. That's what I'm trying to tell you. Don't
Don't be choosy. Don't try to find out which is more effective. That's a very wrong way to do it. Okay, doctor. Thank you. Great answer. Thank you, doctor. Yes, और कोई anyone else? Yes, Anoop ചോദിച്ചോളൂ. Anoop. ഗുഡ് മോർണിംഗ് ഡോക്ടർ. Morning. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കോവിഡ് കണ്ടുപിടിച്ചിട്ട് ഏകദേശം 1.5 year അടുത്തായി. ഇതിന് മുന്നേ ശരിക്കും ഈ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു? I don't know. ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടില്ല. I don't think so, or maybe it was there. അറിയത്തില്ല. I really don't know. But the fact is 1.5 വർഷമായിട്ട് ലോകത്തില് ആദ്യമായിട്ടാണ് നമ്മുടെ ലോകത്തുള്ള എല്ലാ മെഡിക്കൽ ഡോക്ടേഴ്സും സയന്റിസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഒരു പ്രശ്നത്തിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ആലോചിക്കുന്ന ആദ്യമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷെ ഈ 1.5 വർഷം കഴിഞ്ഞിട്ട് പഠിപ്പ് കഴിഞ്ഞിട്ട് ഇതുവരെ അതിനുള്ള ആൻസറുമായിട്ട് നമ്മൾ വന്നിട്ടില്ല. That's very unfortunate, and it's going to take a long time for the solution to come also. So adinu mumbe undo illyo na I have no idea. I don't know. I haven't thought about it. Thanks, sir. Okay, Abigail Philippos. Hi, doctor. So basically, end the question and then like ഒരു drug molecule market ഇറങ്ങുന്നതിന് മുമ്പ് there are various clinical trials, right? So adilippa stage 4 clinical trial is the one which you try on human beings. So is this Covaxin, Covishield ellam nammal edukkunna ee vaccination, is it part of this human clinical trial? Adana ende oru doubt. Absolutely. They are all when you are taking a vaccine, you are signing a form that you are a part of a clinical trial. Because see, they didn't have time to test it. Stage 4 ചെയ്യാൻ വേണ്ടി അവർക്ക് സമയം നമ്മൾ കൊടുത്തിട്ടില്ല. അവർക്ക് സമയം ഇല്ലായിരുന്നു because there was an emergency situation. Yeah. So basically, we are all guinea pigs. We are all being tried. Yeah. That's the question, because initially, like or drug market varanongi, like after FDA approval and all these clinical trials, it will take almost like 9 to 10 years, right? Because absolutely. I am a PhD student in organic chemistry, so I know how long it takes. Yeah. So adukondu thaneyanu, like you said, even I am skeptical about taking a vaccination. So let me add a couple of things more about the vaccine, for your own information. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇതുവരെയും എത്ര പെർസെന്റേജ് ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്തിട്ടുള്ളൂ ഇന്ത്യയിൽ? India, no idea. Kerala, I think 10%. We have covered 10% now. All over India also, second dose എടുത്ത ഒരു 10%. പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 70% ആൾക്കാർക്ക് നമ്മൾ വാക്സിൻ കൊടുത്താലേ അതിനൊരു എഫക്റ്റീവ് ഉള്ളൂ. 70% ആൾക്കാർ വാക്സിൻ എടുക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇറ്റ് വിൽ ടേക്ക് another 3 to 5 years. Number 2, നമ്മളിപ്പോ ഈ 10% ഒരു 20-30% വരുമ്പോഴത്തേന് ഈ ആദ്യം എടുത്തവരെല്ലാം രണ്ടാമത് പിന്നെയും വാക്സിൻ എടുക്കേണ്ട സമയം വരും. because ഈ വാക്സിൻ is only effective for 1 year. You follow what I'm saying? Yeah. So in this scenario, it is very, very difficult to reach that 70% target of vaccination. It is very, very tough. Okay. So we are just hoping that things will settle down. Yeah. So like in the future, if baki strain name cover either vaccination kondannittu before this one period is over, nammal adum edutha, like we don't know if our body will react to it, right? Adum ellam is an experiment, right? Absolutely. Everything is an experiment, man. Right now, we are going through difficult times. Everybody is trying their best. We'll have to wait and hope for the best. That's all. Yeah. Okay. Thank you, doctor. You're welcome. Yeah, Ravi. I'm Ravi. Ravi bro, cholo. Unmute Ravi. Unmute ചെയ്തോളൂ. മൈക്ക് മ്യൂട്ടഡ് ആണ് രവി. രവി സ്റ്റക്ക് ആയോ? ഞാൻ ഷെയർ ചെയ്യട്ടെ ബ്രോ. ബോബി ബ്രോ. രവി രവിയിലേക്ക് തിരിച്ചു വരാം. ആരാണ്? പ്രേമയാണോ? അതെ. പ്രേമ ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്.
താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻഫർമേഷൻ. എനിക്ക് ചോദിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ഉള്ളത്, സെക്കൻഡ് വേവ് തേർഡ് വേവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ തേർഡ് വേവ് ഇസ് മോർ ഡേഞ്ചറസ് ദാൻ സെക്കൻഡ് വേവ്, സോ യു മസ്റ്റ് ബി മോർ കെയർഫുൾ, ഒരു അങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം നമ്മൾ അതിന് കെയർഫുൾ ആയിരിക്കണം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡ് വേവ് ആൻഡ് തേർഡ് വേവ്? അതെന്താന്ന് പറഞ്ഞുതരാമോ? See, I can tell you about what is being careful. How much more can we be careful? You tell me. What else should we do now? Ipo idil itrayum per ulloru, I mean, I'm sure about 80% of the people are educated and 80% of the people are very, very careful in whatever they are doing. How much more careful can we be? Room in the partharangarade, adu room you should lock yourself in the room. You should not talk to others. You should not meet others. What is it that you mean by being careful? I don't think we can be more careful. Human beings cannot be more careful than this. ഇതിൽ എത്രയോ ആൾക്കാരുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് എത്ര മാസങ്ങളായി? You have not gone to each other's house. You have not gone to a theater. You have not gone to eat out food. There are so many amongst us. How much more careful can we be? It is not possible to be humanly more careful than what we are doing now. Except, there are a few people who are going around as if nothing has happened. So the third wave is not supposed to be more dangerous than the second wave. Third wave is less intense than the second wave according to history. But there is a statement which says that third wave is going to affect the children mostly. Most of the 18 years old and 18 less than 18 are the ones who are going to get affected by COVID. But it's a very skeptical statement. I will not go behind that. I hope there is no truth in it, because I firmly believe that പിള്ളേർക്ക് 18 years below ഉള്ളവർക്ക് ഒന്നാമത് അവർക്ക് പേടി എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയത്തില്ല. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ലതാ. They don't care. They are carefree. So I don't think anything will happen to them. So the problem is two things. Number one, how many people are getting affected? How many people are dying? നമ്മൾ ഇത് രണ്ടുമാണ് നോക്കേണ്ടത്. Children might get affected. So what? They will get affected and they will come out of it. The most important thing is, are we having more people dying? That's the most important thing. Let it come. Let COVID come. What's the big deal? It'll come, it'll go. How many of you have seen COVID come around you and people have recovered? So many of them have recovered. You yourself have recovered from COVID and you know it's not a big deal at all. The biggest thing is not to fear COVID. Let it come and go. Yeah. So these predictions, I don't think you should take it very, very seriously. Thank you so much. Thank you so much. Okay, Ravi, ലൈനിൽ വന്നോ? രവി ഉണ്ടോ? ചോദിച്ചോളൂ, കേൾക്കാം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തരുന്ന, അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട് തരുന്ന ഡോക്ടറുടെ സന്ദേശം വളരെ സന്തോഷം കേൾക്കാനായിട്ട് സാധിച്ചതിൽ. എൻ്റെ ഒരു സംശയം, നമ്മളിപ്പോ ഒരു വാക്സിൻ എടുക്കുന്നുണ്ട്. ഈ വാക്സിൻ എന്ന് പറയുന്നത് നമുക്കൊരു കോവിഡിനുള്ളൊരു മെഡിസിൻ അല്ലല്ലോ. Your voice is breaking. Voice. അല്ല, ഞാൻ ചോദിച്ചത്, നമ്മൾക്ക് വാക്സിൻ എടുക്കുന്നു. അപ്പൊ വാക്സിൻ എന്ന് പറയുന്നത് നമുക്കൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. കോവിഡ് മെഡിസിൻ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ ഓൾറെഡി ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈറസിനെ വെച്ചിട്ടാണല്ലോ അതിനുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത്, പ്രതിരോധം കണ്ടുപിടിക്കുന്നത്. അപ്പൊ സെക്കൻഡ് വേവും തേർഡ് വേവും വരുന്ന സമയത്ത് ആക്ച്വലി നമ്മളിപ്പോ എടുക്കുന്ന ഈ കുത്തിവയ്പ്പ് അല്ലെ വാക്സിൻ എന്ന് പറയുന്നത് അത് ഫസ്റ്റ് വേവിന്റെ അല്ല വരുന്നത്, അത് സെക്കൻഡ് വേവിന്റെയും തേർഡ് വേവിന്റെയും ഒന്ന് പറയാൻ പറ്റുമോ? അതിനുള്ള ഒരു പ്രതിരോധം നമ്മളിപ്പോ എടുക്കുന്ന വാക്സിനിലൂടെ ലഭിക്കണമെന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. സോ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ ഞാൻ പറയുന്നത്. വാക്സിൻ എടുക്കുന്നുണ്ട്, കണ്ണും എല്ലാം അടച്ചോണ്ട് വാക്സിൻ എടുക്കും. ഇതിന് മാത്രം പ്രശ്നങ്ങൾ ഒരിക്കലും ചോദിക്കരുത്. അത് നിങ്ങൾക്ക് ഹാനികരമാണത്. But I'll tell you something. See, the organism is the virus is the same. It is only a few mutants which have come out. So by and large, namala vaccine edukunnadine definitely it will be useful. Variants അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ virus remains the same. So second wave, third wave, it will still be effective. ഇനി ഫോർത്തും ഫിഫ്ത്തും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. I hope not. I mean, already people are in a bad situation. I really hope it doesn't. Thank you.
Okay. Okay, Shaju from Thrissur. Shaju. ഓക്കെ, താങ്ക് യു ബ്രോ. ഡോക്ടറെ വളരെയധികം നന്ദിയുണ്ട് ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിന്. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് എന്റെ വൈഫിനാണ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. താങ്ക്സ്. മെസ്സേജ് ഒത്തിരി കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചു. എനിക്ക് ചോദിക്കാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഒരു 5-6 മാസം മുമ്പ് എന്റെ സിസ്റ്റർക്ക് കോവിഡ് വന്നായിരുന്നു. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, ജലദോഷം അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർ വീട്ടിലിരുന്ന് തന്നെ ട്രീറ്റ് ചെയ്തു, പാരസിറ്റമോൾ കഴിച്ചു. പിന്നെ ഈ ആൾക്കാർ പറയുന്ന പോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, നാരങ്ങ, നെല്ലിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു. പക്ഷെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടും അസുഖം മാറാതെ കൂടി. പിന്നെ അത് ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് മാറി, ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിയപ്പോഴാണ് പോയി ടെസ്റ്റ് ചെയ്തതും കോവിഡ് പോസിറ്റീവായി. പിന്നെ പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. പക്ഷെ അത് കഴിഞ്ഞ് നെഗറ്റീവായി തിരിച്ചു വന്നിട്ടും കുറെ കാലം എടുത്തു അതിൽ നിന്നൊന്ന് റിക്കവർ ആവാനായിട്ട്. ടേസ്റ്റ് തിരിച്ചു വന്നില്ല, മണം വന്നില്ല. പിന്നെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, തലവേദന, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം അവർ പറഞ്ഞു ഇങ്ങനെ കോവിഡിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അതെന്ന് പറഞ്ഞു. അപ്പം ഒരു സംശയമുള്ളത്, അപ്പൊ ആദ്യം തന്നെ കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പനി വന്നപ്പോ തന്നെ ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ റിക്കവർ ആകാൻ പറ്റുമായിരുന്നല്ലോ. അപ്പം ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംശയം വന്നത്. ആദ്യം നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയല്ലോ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോഴാണ് എനിക്കൊരു സംശയം വന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ സി ദ പ്രോബ്ലം ഈസ്, എല്ലാവരും പറയുന്നത് ഈ കോവിഡ് പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. പക്ഷെ ഈ പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് അല്ല. ഈ കോംപ്ലിക്കേഷൻസ് വരുന്നത് കോൺകോക്ഷൻ ഓഫ് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. ഞാനതാ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ബോഡിക്കകത്ത് ഈ ആന്റിവൈറലും ആന്റിബയോട്ടിക്കും സ്റ്റിറോയിഡും HCQവും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരിക്കലും നമ്മുടെ ബോഡിക്കകത്ത് കയറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ ഓരോ മെഡിസിന്റെ സൈഡ് എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ റിക്കവറി ഡിലേ ആവുന്നത്, അല്ലെ വീക്ക്നെസ് വരുന്നത്, ആസിഡിറ്റി വരുന്നത്, സ്റ്റൊമക് പ്രോബ്ലംസ് വരുന്നത്, ഇതൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മെഡിസിനൽ സൈഡ് എഫക്ട്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് കോവിഡ്. സോ നിങ്ങൾ അത് ഡിലേ ആയിട്ട് ചെയ്തുകൊണ്ട് അല്ല, തീർച്ചയായിട്ടും അതല്ല വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഓൾ ദോസ് മെഡിസിൻസ്. അതിന് മാത്രം മരുന്നാക്കി ഒന്ന് ആശുപത്രി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ചോദിച്ചാലും ഒരു 16 മരുന്ന് വേണം മിനിമം ആയിട്ട്. നോർമലി തന്നെ നമ്മൾ ഒരു ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തുമാത്രം, ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ടല്ല ഈ പറയുന്നത്, പക്ഷെ നമ്മൾ ഒരു ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തുമാത്രം വീക്ക്നെസ് വരും, നമുക്ക് സ്റ്റൊമക് പ്രോബ്ലംസ് വരും. അത് ഇതിന് മാത്രം മരുന്ന് കഴിക്കുന്നതിന്റെ ആ കോംപ്ലിക്കേഷൻ ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് കോവിഡ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മെഡിസിൻസ്. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. അടുത്ത പ്രശ്നം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള അടുത്തടുത്ത് ഒരുപാടുള്ള ആൾക്കാരുള്ള സ്ഥലത്താണ്. അപ്പൊ നമുക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് പകരാൻ ഇടയാവില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ അത് മറ്റുള്ളവർക്കും കൂടി അത് വരാൻ ഇടയാവില്ല. അപ്പൊ അതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ട്രീറ്റ്മെന്റ് എടുക്കലോ അങ്ങനെയൊക്കെ ആവില്ലേ നല്ലത് കുറച്ചുകൂടെ? ഇപ്പൊ നിങ്ങൾക്ക് കോവിഡ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു 3 ദിവസം നിങ്ങൾ വീട്ടിൽ കാണുമല്ലോ. 3 ദിവസം കഴിഞ്ഞിട്ടാ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ 3 days നിങ്ങൾ ഏതായാലും നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തു കാണും. ഇപ്പം ചുമയായിട്ടല്ല പടരുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, പേഷ്യൻസിനോട് പറയുന്നത്, നിങ്ങൾക്ക് കോവിഡ് ആണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരെയും കോവിഡ് ആണെന്ന് ട്രീറ്റ് ചെയ്യുക. ബിക്കോസ് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വരും. അത് ചിലർക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരാൾക്ക് വീട്ടിൽ വന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും വരും. ദർ ഈസ് നോ പോയിന്റ് ഇൻ ഐസൊലേറ്റിംഗ് ഇൻ എ റൂം. 100% വരും അത്. സോ കൊടുക്കാനുള്ള എങ്ങനെയായാലും കൊടുത്തു വേണം. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പോയി ആശുപത്രി, ഇങ്ങനെയുള്ള പ്രശ്നമാണ് വരുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്റെ വീട്ടിൽ ആൾക്കാർ വരണം, ഞാൻ അതുകൊണ്ട് ആശുപത്രിയിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കും. ആ ആശുപത്രിയിൽ ആവശ്യമുള്ള ഒരു ബെഡ് ആവശ്യമുള്ളവന് അവന് ബെഡ് കിട്ടത്തില്ല. നിങ്ങൾ ഇവിടെ സുരക്ഷിതം നോക്കുക. പക്ഷെ വീട്ടിൽ ഡെഫിനറ്റ്ലി വരും, അത് 100% വരും. സോ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. ഐ എം ഷുവർ യു ആർ എ മെഡിക്കൽ പ്രൊഫഷണൽ. ആയുർവേദത്തിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അല്ലല്ല, നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽ ആണോ, നഴ്സ് വല്ലതും ആണോ? അല്ല ഡോക്ടറെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. ഇനി പ്രകാശം, അത് കഴിഞ്ഞ് ഫിലിപ്പോസ്. പ്രകാശ് ചോദിച്ചോളൂ, അത് കഴിഞ്ഞ് ഫിലിപ്പോസ്. പ്രകാശ് അവിടെ ഉണ്ടോ? പറഞ്ഞോളൂ പ്രകാശ്.
ഡോക്ടറെ ഗുഡ് മോർണിംഗ്. ഞാനൊരു ഡ്രൈവറാണ്. അപ്പൊ എന്റെ ഡൗട്ട് എന്ന് വെച്ചാല് നമ്മൾ ഈ കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതിയിൽ ഇമ്മ്യൂണിറ്റി പവറിന്റെ ഇത് മരുന്ന് എടുത്തിരുന്നു നേരത്തെ. അപ്പൊ ഇപ്പോൾ ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാല് ആ മരുന്ന് നമ്മൾ എത്ര നാളത്തേക്ക് അതിന്റെ പവർ ഉണ്ടാവും, ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ടിരിക്കണമോ അതോ എത്ര ദിവസം ഗ്യാപ്പ് വിട്ട് എടുക്കണം എന്നാണ് ഒരു ഡൗട്ട്. ഓരോ ഹോമിയോപ്പത്തിക് ഡോക്ടർമാർ ഓരോ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന അഭിപ്രായം ഞാൻ പറയും. ഇപ്പം കോവിഡ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ട് എക്സ്പ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ എക്സ്പ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത 3-4 മാസത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രിവെന്റീവ് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിനൊരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന ഹോമിയോപ്പത്തിക് മരുന്ന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്നാ ഹോമിയോപ്പത്തിക് മരുന്ന് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉപദേശിച്ചിട്ടുണ്ടോ സെയിം തിങ് കണ്ടിന്യൂ ഫോർ ദി നെക്സ്റ്റ് 3 or 4 months. ഇൻഫാക്ട് ഫ്രീക്വൻസി കൂട്ടുന്നതാണ് നല്ലത്. ചിലർക്ക് 20 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ പണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആഴ്ച ഒരിക്കൽ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്റെ പേഷ്യൻസിനോട് ഇപ്പം പ്രിവെന്റീവ് മെഡിസിൻസ് എവറിഡേ കഴിക്കാൻ പറയുന്നുണ്ട്. ബിക്കോസ് അതിന് മാത്രം കോവിഡാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ആ ചുറ്റുപാട് അനുസരിച്ച് നമ്മൾ നമ്മുടെ ഡോസേജ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. സോ കീപ് കണ്ടിന്യൂയിങ്. 3-4 months പ്ലീസ് കണ്ടിന്യൂ വിത്ത് ഇറ്റ്. അത് ഹോമിയോയില് എന്ത് പറഞ്ഞു ചോദിക്കേണ്ടത്? ഇമ്മ്യൂണിറ്റി പവറും ചോദിച്ചാൽ മതിയോ? പ്രിവെന്റീവ് ഇമ്മ്യൂണിറ്റി പ്രിവെന്റീവ് ആയിട്ട് ചോദിച്ചാൽ മതി. പ്രിവെന്റീവ് ആ മിക്കവാറും പേര് തരുന്നത്. ഗവൺമെന്റ് ആണെങ്കിലും പ്രിവെന്റീവ് ആർസനിക്കാൽ 30 ആണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇമ്മ്യൂണിറ്റി മരുന്നാണ് കൂടുതലായിട്ട് തരുന്നത്. ബിക്കോസ് ഈ ആർസനിക് 30 എന്ന് പറയുന്നത് പണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഒരു മരുന്നാണ്. അപ്പൊ ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ഓരോരുത്തർക്ക് ഓരോ ഡോക്ടർമാർ അതിൻ്റെതായ വേറെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ എന്നാന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി വന്ന ആൾക്കാരുടെ എല്ലാം ഫയൽ ഒരുമിച്ച് വന്നിട്ട് 43,000 പേരെ ഞങ്ങൾ സ്റ്റഡി ചെയ്തു. അവർക്ക് എന്നാ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതനുസരിച്ചാണ് ഞങ്ങൾ ഒരു ഇമ്മ്യൂണിറ്റി ഡ്രോപ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞങ്ങളിപ്പം കൂടുതൽ 20,000 പേർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരുടെ ഡേറ്റയും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് മിക്കവാറും പേർക്ക് കോവിഡ് വന്നിട്ടില്ല. വന്നാൽ തന്നെ അവർക്ക് വളരെ മൈൽഡായിട്ട് അത് വരികയും they were absolutely fine in about 1 week's time. So that report is very good. So all doctors they give different things, but I give immunity drops basically. Okay. Yeah, Philippos. ഡോക്ടർ, എനിക്കുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല. പണ്ടൊക്കെ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത്, ഈവൻ സ്മോൾ ബോക്സിന്റെ അറിയില്ല, ചിക്കൻ ബോക്സ് ഉള്ള സമയത്ത് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ, അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടത്തോടെ പോയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ കോവിഡിന്റെ കാര്യത്തിൽ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്? നമ്മളെല്ലാവരും അടച്ചുപൂട്ടിയിരിക്കുന്നതിന് പകരം എല്ലാവരെയും ഓപ്പൺ ആയിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ഫിലിപ്പോസ് പറഞ്ഞ കാര്യം അമേരിക്കക്കാർക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ അവർ ഈ കോവിഡ് പാർട്ടീസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 100 പേര് കൂടിയിട്ട് അതിൽ 1-2 കോവിഡ് ഉള്ളവന്മാരെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ കള്ളു കുടിച്ച് ഡാൻസ് ചെയ്ത് പോയി എല്ലാവരും അങ്ങനെ എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. ബട്ട് ബേസിക്കലി സ്പീക്കിംഗ്, ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 70% ആൾക്കാർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് വരുന്നത്. നമ്മൾ ഈ വാക്സിൻ ത്രൂ ദ വാക്സിൻസ് ഓൾസോ നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. 70% ആൾക്കാരെ നമ്മൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്കൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുമെന്ന് പറഞ്ഞുള്ള ഒരു ധാരണയില്ല. പക്ഷെ ഇന്നത്തെ പേപ്പറിനകത്തുണ്ട് സൈച്ചൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് more than 70% of the people were vaccinated, but they still have a lot of cases coming in every day in spite of vaccination. So we don't know, but herd immunity is what everybody is looking at. But ഫിലിപ്പോസ് എല്ലാരും കൂടെ ഇപ്പം പോട്ടെ, നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് പാർട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 3 പേര് മരിച്ചു പോകും. അതാ പ്രശ്നം. നമ്മളത് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞ ഈ ഇമ്മ്യൂണിറ്റി ഡ്രോപ്സ് അത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഓൺലൈൻ അവൈലബിൾ ആണോ ഡോക്ടർ? ഓൺലൈൻ അവൈലബിൾ. drmanoj.com. You can go on to drmanoj.com. ഞാൻ വെബ്സൈറ്റ് കണ്ടിരുന്നു. അതിൽ അവൈലബിൾ അല്ലേ? വെബ്സൈറ്റ് you can send in this thing. We can courier it. ഞങ്ങളിപ്പം ലോകത്ത് എല്ലായിടത്തും അമേരിക്കയിലും എല്ലായിടത്തും കൊറിയർ ചെയ്യാറുണ്ട്. So anywhere we can courier it also. Thanks a lot. Okay, thank you. Abraham A. Yes. Okay, thank you, doctor, for the valuable information. And in addition to that, okay, I would like to ask,
just like allopathy, they are promoting the vaccination and all. But when it comes to the homeopathy, the preventive medicines, the government is not propagating it in a very big way. But only the vaccination is put at the front, and homeo in no way is coming into picture either to preventive or to the cure. Okay, why is that? Okay, or is it happening on a sideways also, and the people are not aware of it? So unfortunately, Ayush system of medicines have been put on the sideline because of various government policies. Personally, I can tell you what we are doing now. I've told you in the beginning itself that I'm doing a clinical trial at AIIMS Bhopal. In fact, this is the first time that AIIMS has agreed to partner with a homeopathic doctor and do a trials. Now, once we are able to do the trial, then we will have scientific data. When the government in scientific data, that scientific data can come only through clinical trials. One of the student was telling. So that's exactly what we are trying to do, and we are in the final stages now. We are hoping that by end of this week, we will be starting the clinical trials. Namaka trials into data, the government will 100% adopt it, and then they will promote it in a big way. So we are waiting for the scientific validity, and we are on the job. We are on the job. Okay, thank you. And also the second question is, which kind of medicines are just like arsenic album is Ayush medicine as prescribed? Okay, whether it is effective or not? Okay, how long it has to be taken? Just like you told, okay, every day you have to take it. Every day itself, okay, whether the side effect will be there or not. Because arsenic album is the medicine which has cured me of the asthma in the beginning. I was from Nehru Homeopathic Hospital. I was treated from the Delhi. So I can only tell you my personal experience with arsenic alb. See, arsenic alb 30 is a very widely used medicine. ഞാൻ കഴിഞ്ഞ 32 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. I've seen lakhs of people, and ഇതുവരെ ഞാൻ ഹോമിയോപ്പതിയിൽ നിന്ന് ഒരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല. My dad was also a homeopathic doctor, so both of us together carry with us an experience of almost 70 years of practice. So far, we have not seen homeopathic medicines having any kind of a side effect. So it is extremely safe to keep taking arsenic alb 30 on a weekly basis, on a daily basis, whatever suits you, whatever your doctor is advising, there are zero side effects from it. And to date, millions of people have taken arsenic because the government has approved it. And till date, there is not a single case of side reaction that has been reported all over the country. So it's very safe. There's no problem. Okay, thank you, doctor. ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. താങ്ക് യു ഡോക്ടർ. ഞാൻ 2 times വാക്സിനേഷൻ എടുത്തതാണ്. ഇനി ഹോമിയോ പ്രിവെൻഷൻ എടുക്കണോണ്ട് ദോഷാണോ നല്ലതാണോ? എടുക്കുന്നതിനകത്ത് നഷ്ടം എന്നാ? കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. എടുക്കുന്നതിന് ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. നമ്മൾ വാക്സിൻ എടുത്തിട്ടാണോ എനിക്ക് കോവിഡ് വരാതിരിക്കുന്നത്, ഹോമിയോ എടുത്തിട്ടാണോ കോവിഡ് വരാതിരിക്കുന്നത്, ആയുർവേദം എടുത്തിട്ടാണോ കോവിഡ് വരാതിരിക്കുന്നത്, ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് സേഫ്, ടേക്ക് ഇറ്റ്. ഒരു കുഴപ്പമില്ല. അത് എടുക്കുന്നതിനകത്ത് തന്നെ there's nothing wrong in it. Please go ahead and take it. Okay, thank you. Yes, Abigail. Hello. Yeah, doctor. So this corona is spreading in a fast pace. So we need something like a quick remedy. Like എന്തെങ്കിലും പ്രിവെന്റീവ് ആയാലും, ലൈക്ക് നമ്മൾ ഈ ടേക്ക് ചെയ്യുന്ന സിങ്ക് ടാബ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിച്ചാലും, സോ വി നീഡ് എ ക്വിക്ക് റെമഡി ടു എവറിഥിങ്. സോ ബേസിക്കലി ഹോമിയോപ്പതി ഇസ് ഡൈല്യൂട്ടഡ് വേർഷൻ ഓഫ് അലോപ്പതി, റൈറ്റ്? അതുകൊണ്ടാണ് അതിന് കൂടുതൽ സൈഡ് ഇഫക്ട്സും വരാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ടേക്കിംഗ് ദിസ് ഹോമിയോപ്പതി വിൽ ഇറ്റ് ഹെൽപ്പ് us in getting a quick remedy എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. ലൈക്ക് അലോപ്പതി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഉള്ള ഇത്. So this is nothing to criticize or offend you with your field, but yeah, this is a very genuine question that I want to ask. So first of all, homeopathy is not a diluted form of allopathy. That's not correct. Okay. Allopathy is a totally different system of medicine. It works on a chemical line. Homeopathy works on a molecular line or an energy level. Okay. So homeopathy basically corrects the disturbed energy that is there in the body. It doesn't work on a molecular, doesn't work on a chemical level. That is the reason, under the microscope, you cannot track homeopathic medicines. Yeah. Now, number two, as far as homeopathy is working slow,
Now, in my practice, once the patient comes to us, they keep coming back to us for various illness. If pani vannalum, vayittilakam vannalum, sardil vannalum, within a matter of hours, they get better. In fact, there are some cases which respond way quicker than allopathy itself. So it is not true that homeopathy works very slow. അതിന് ആ പേര് വരാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഹോമിയോപ്പതിക്ക് വരുന്ന ആൾക്കാർ 10 വർഷമായിട്ട് ആസ്മ ഉണ്ട്, 20 വർഷമായിട്ട് മുട്ടിന് വേദനയുണ്ട്, അങ്ങനെയുള്ളവർ വരുന്നുണ്ട്. അവർക്ക് അതൊരു സൗഖ്യം പൊലിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അങ്ങനെയാണ് ഹോമിയോപ്പതി സമയം എടുക്കും എന്നുള്ള ഒരു ധാരണ വന്നിരിക്കുന്നത് പബ്ലിക്കിൽ. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. ഇപ്പൊ ഇതിനകത്ത് ഹോമിയോപ്പതി കഴിക്കുന്ന പലരും പേർക്കും അറിയാം, പനി വന്നാലും അവർ ഹോമിയോപ്പതി കഴിക്കത്തുള്ളൂ, വയറ്റിളക്കം വന്നാലും ഹോമിയോപ്പതി കഴിക്കത്തുള്ളൂ. And they get better in a matter of a few hours. They get better. Okay. So it acts very fast. It's not true that I mean, our patients who are suffering from COVID, we have seen them get better in 4 days' time. Some in 7 days, some in 14 days. It depends upon the intensity of the medication. So it's very quick, and definitely it is not a diluted form of iron. You need to learn, you need to look up. It's definitely a different science altogether. Okay. Thank you, doctor. വേറെ ആരെങ്കിലും കൈ റൈസ് ചെയ്തിട്ടുണ്ടോ? ഡോക്ടർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ പൊതുവെ അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാറില്ല. പക്ഷെ ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞല്ലോ നമ്മൾ ഈ പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞൊന്നും ഉണ്ടാകത്തില്ല എന്ന്. എനിക്കെന്തോ പേഴ്സണലി എനിക്കതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഗലേമേ കിച്ച് അത് കോവിഡ് വന്നു കഴിഞ്ഞാൽ കൂടുന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. സോ യു വാണ്ട് ടു ക്ലാരിഫൈ ദാറ്റ്? No. See, once you get COVID, once your lungs are affected, like I told the other gentleman, it will take some time for the lungs to get back to normalcy. The recovery period can vary from person to period. Number one. Number two, when a big disease hits you, your immunity also plummets. So it takes for the immunity to get back. You're probably still in the recovery period. That is the reason you're going on getting some respiratory issues or the other. But I feel that over a period of time, it will settle down and you don't need to do anything majorly about it. Now, there are good homeopathic medicines which can help you. You can ask your homeopathic doctor. They'll be able to give you medicines like Hepar Sulf or Kali Bike, which can definitely help you with that galemic itch. Okay. See, what I would suggest is, ഈ drmanoj.com പോയാൽ അതിനകത്ത് ഞാൻ പല വീഡിയോസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വിധ അസുഖങ്ങൾ വന്നാലും, ആർത്രൈറ്റിസ് വന്നാലും, സോറിയാസിസ് ഉണ്ടെങ്കിലും, സൈനസ് ഉണ്ടെങ്കിലും, പൈൽസ് ഉണ്ടെങ്കിലും, നിങ്ങൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ there is a video that I have made. എല്ലാ ഡിസീസിനും ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഇപ്പൊ പൈൽസ് ആണെങ്കിൽ പൈൽസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അലോപ്പത്തിക്കകത്ത് പൈൽസിനകത്ത് ട്രീറ്റ്മെന്റ് എന്തുവാ, ഹോമിയോപ്പത്തിക്കകത്ത് ട്രീറ്റ്മെന്റ് എന്തുവാ, ഞാൻ എങ്ങനെയാ പൈൽസിനെ ഡീൽ ചെയ്യുന്നുള്ള എവറിത്തിങ് ഈസ് ഗിവൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ. So you can go through video whenever you have a problem. First go through the video, then decide what you want to do. You want to take allopathy, you want to take homeopathy. A video you get a clarity about everything. So that's there in the website. You can just go through it. So it's a free content. You can always go through it. Okay, doctor. Thank you. വേറെ ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് 2-3 മിനിറ്റും കൂടെ ഉള്ളൂ. ചിലർക്ക് ഫോണിൽ വരാൻ പറ്റുന്നില്ല. ഗുണയുടെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല, അത് കാരണം ഐ എം നോട്ട് ഏബിൾ ടു കൺവേ ടു ഡോക്ടർ. Binu, if you can contact Gunavadi or Binu or whoever is in contact. Gunavadi was trying to ask some questions, but it's not clear. Her phone is not clear. ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ഗുണവതി ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക കേട്ടോ, ഗുണവതിയുടെ ഡൗട്ട് എന്താണ്. ആരുമില്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? യെസ് പ്ലീസ്. ഓക്കെ ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 2 വാക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കോവാക്സിൻ എന്ന് പറയുന്നത് കൊറോണ വൈറസിൽ നിന്ന് തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, കാരണം ആക്റ്റീവ് അല്ലാത്ത ഇനാക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ കോവിഷീൽഡ് എന്ന് പറയുന്നത് കോൾഡ് വൈറസിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ വലിയ പേരുണ്ടാക്കി ഇങ്ങനെ സംഭവം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൾഡിന്റെ വൈറസിന്റെ വേറൊരു വേരിയന്റ് ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്താൽ പോരെ എന്നുള്ളതാണ്.
കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ ഈ ഡെത്ത് റേറ്റ് ഒക്കെ കൂടാനും ഒക്കെ ഉള്ള കാരണം പല ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റീസെന്റ് ആയിട്ടുള്ള പല മെഡിക്കൽ ട്രീറ്റ്മെന്റിലും കാണാൻ സാധിക്കുന്നത് ആൾക്കാരുടെ പേഷ്യൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് എഗ്രിമെന്റ് മേടിച്ചിട്ട് പെർമിഷൻ മേടിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഒരുപാട് സൈഡ് ഇഫക്റ്റ് ഉള്ള ഈവൻ എന്താ പറയുക ഫേറ്റൽ ആയിട്ടുള്ള മെഡിസിൻസ് പോലും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലും ഇന്നത്തെ കാഷ്വാലിറ്റിക്ക് കാരണമായിട്ടുള്ളത് കൂടുതലും ഈവൻ ഈ മെഡിസിൻസിന്റെ സൈഡ് ഇഫക്റ്റ്. കാരണം അവിടെയും ട്രയൽ നടക്കുകയാണ്, പല ട്രയൽസ് നടക്കുകയാണ്. ആ ഒരു ഇമ്പാക്റ്റ് ആണ് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൾഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ആണ് അതിനെ മാനേജ് ചെയ്യുന്നത്, അതുപോലെ ഇതിനെ കണ്ടാൽ പോരെ എന്നുള്ളതാണ്. ജസ്റ്റ് അനദർ വേരിയന്റ് ഓഫ് കോൾഡ് വൈറസ് എന്ന് കണ്ടാൽ പോരെ എന്ന എന്റെ ചോദ്യം. ബിക്കോസ് എനി വൈറസ് ക്യാൻ മ്യൂട്ടേറ്റ്. I totally agree with you. We need to look at COVID like any other virus. That is the only way forward. There is no other way forward. See, COVID is not just going to disappear. It is not going to disappear. It is going to be with us for a long time. We have to learn to live with the COVID, like you said, like any other virus. That's the only way forward. And that's the truth. I totally agree with you. That's the truth. And most of the people who are dying and getting affected are mostly because of the mass hysteria. See, ഡോക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ഈ ICU-ക്കകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും നഴ്സുമാരും നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ മരിക്കുന്നതിനെ കുറിച്ച് കേൾക്കത്തേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കൺമുമ്പിലാണ് ആൾക്കാർ മരിക്കുന്നത്. ദിവസവും എത്രയോ പേര് ഇങ്ങനെ മരിക്കുന്നുണ്ട്. ഇങ്ങനെ മരിക്കുന്നുണ്ട്, അവരുടെ സമനില അങ്ങ് തെറ്റും. ദേ വിൽ ബി വറീഡ്. നമ്മളെക്കാൾ കൂടുതൽ പേടി അവർക്കാ ഉള്ളത്. പക്ഷെ അവരത് പുറത്ത് പറയത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ദിവസവും അവർ എത്ര പേരെ മരിക്കുന്നവരെ കാണുന്നുണ്ട്. സോ ദേ ആർ ഓൾസോ വെരി സ്ട്രെസ്ഡ് ആൻഡ് ദേ ആർ നോട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡൂയിങ് ദ റൈറ്റ് തിങ് റൈറ്റ് നൗ. So we all need to calm down. Right. That's the most important thing. So questions. Bobby bro, Yes. Jency. Arana, Jency. Yes, please. Yeah. Yes. Thank you, doctor. Very informative session. My question is, during this time, do you suggest any particular diet that we could follow? Not really, for the simple reason that, see, I am a big advocate of limited eating. I believe that this is the size of our stomach, okay, the fist. So a human being is supposed to eat only this much of food at one time. നമ്മുടെ ബോഡിക്കകത്ത് ദഹിക്കാന് ഓർ ഡൈജഷന് വേണ്ടിയുള്ള എനർജി ഈസ് കേപ്പബിൾ ഓഫ് ഡൈജസ്റ്റിംഗ് സോ മച്ച്. പക്ഷെ നമ്മൾ ഇത്രയാ കഴിക്കുന്നത്. നമ്മുടെ പൂർവ്വർ എന്ന് പറഞ്ഞാൽ അവർ ആൻസിസ്റ്റേഴ്സ് they used to be 95% outdoors. നമ്മൾ 95% ഇൻഡോർസ് ആണ്. പക്ഷെ അവർ എന്തുമാത്രം കഴിക്കുമോ നമ്മളും അതിന് മാത്രം കഴിക്കുന്നുണ്ട്. So instead of digesting this much, our body is digesting so much. So all the energy that is required for your body is going into your digestion. So you are not protected. So when you eat less, it consumes less energy. The rest of the energy will go for your immunity. So it is always a good idea to eat less, but every 4 hours you can eat. In fact, if you go onto my website, I have a diet and video. I have given a lot of explanation about why you should eat only so much. So those of you who are interested who can go, it makes sense. It will not only reduce your weight, those who are having diabetes and BP, if you follow that diet, there is no restriction. But you cannot eat more than this much at one point of time. So go through that, and it's there in the website. If it makes sense, you should follow it. But no particular diet and all that, but maybe drinking warm water through the day can help with your throat. Most importantly, keep a positive attitude. Devatil Vishwasam for all you people. That's the most important thing. Thank you. Yes, Binu Matthew. Thank you, doctor. Actually, my question is from Guna. She has asked, Okay. right now, we are all asked to wear 2 masks. Already 1 mask is so much of problem for a lot of people. So is 2 masks is going to give more problem, like continuously wearing 2 masks, any respiratory problems, anything will come? That is the question from Guna. No, I totally agree with her. Any mask you don't again, I can't function with a mask. I feel breathless. ഞാൻ ചിലപ്പം ഭാര്യയായിട്ട് ഷോപ്പിംഗ് എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ പോയി കാറേ ഇരിക്കാവുന്ന. I can't breathe. Forget the breathing pattern. When I look at some people, ഞാനിപ്പോ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ടേ, ഞാൻ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണാതെ എനിക്ക് ഒരു 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ ഒക്കത്തില്ല. ആ മാസ്കിന്റെ പുറത്ത് അവന് ദേഷ്യമാണോ,
അവന് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് പോലും അറിയത്തില്ല. I don't know what is the expression of the people. It's impossible to have a conversation with the person who is wearing a mask. I can't. I'm not used to that kind of a thing. But see, the fact is, I may be quoted wrong in this, but all over people have been telling that the microorganism, the virus is extremely small. It can go, if you can breathe air through your mask, the virus can go through the mask. So I shouldn't be making these statements, but if the mask was helping, why are we in today's situation? Tell me. മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം ഹെൽപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ ഈ സിറ്റുവേഷന് വരത്തില്ലായിരുന്നല്ലോ നമ്മൾ. But the government is saying that you must wear a mask. Now they are saying you must wear a double mask. Now they are saying you must wear it in the house also. So please do what the government is telling. I am not going to talk about this much. Okay. But I'll tell you what I am doing. നിങ്ങളൊക്കെ കേരളത്തിൽ താമസിക്കുന്നവർക്ക് you're very lucky that most of you have got independent houses and you are not staying in those flats and stuff like that. So if you people have a village somewhere, or if you have your mother or father staying in a remote area, go there for the next 1 or 2 months and stay there. You don't have to wear a mask. You can go around in the openness, connect with the nature, enjoy the rains that are coming now, and be in the open place. Take your kids, go there. You just need a good internet connection. This is called as, village Vapsi. I've been recommending this to a lot of people. ഞാൻ ഈ ഹൈദരാബാദിൽ നിന്ന് 2 മണിക്കൂർ ദൂരെ എനിക്കൊരു ഫാം ഹൗസ് ഉണ്ട്. ഞാൻ അവിടെയാണ് പോയി താമസിക്കുന്നത്. Most of my time I spend there. So I'm doing something for the villagers and all that. I'm trying to develop the villages around that place, helping the village people and all that. So all of you are also very lucky and educated people. You should all move now to the villages, to the remote place. Avada poi your internet eduthondo work from there and try and do what you can for the surrounding people, educate them. അവരുടെ agricultural income കൂട്ടാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ അത് പോയി you go and you teach them what can be done to improve your life. Give them some medical help, give them some knowledge, you transfer some knowledge. So those who got such provision, please go there. Don't stay in the city and unnecessarily be clogged with the mask and all that. That's what I'm coming from. Thanks, doctor. Maybe we will have one more last question. ഒരാൾക്കും കൂടെ അവസരം കൊടുക്കാം. അത് കഴിഞ്ഞ് ഓവർ ടു ജോൺ ബ്രദർ, നമ്മുടെ കൊച്ചിൻ ചർച്ച് ടേക്ക് കെയർ ചെയ്യുന്ന ജോൺ ബ്രദർ സംസാരിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, somebody who is craving to ask a question may ask last question. അത് ഫിലിപ്പോസിനാണേലും ചോദിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച ആള്. ക്വസ്റ്റ്യൻ അല്ല, ഡോക്ടറോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഐ റിയലി വാണ്ട് ടു അപ്രീഷിയേറ്റ് യു ഡോക്ടർ. ദ പോയിന്റ് യു ആർ സ്ട്രെസ്സിംഗ് അപ്പോൺ ഇസ് faith, because faith has a lot to do with our immunity and even recovery and everything. I strongly believe in that, because nobody can get me into a discouragement board unless I decide personally. ഞാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ആർക്കും ഡിസ്കറേജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡോക്ടറിനും പറ്റത്തില്ല. നാളെ മരിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീരുമാനിക്കണം ഡിസ്കറേജ് ആകണോ വേണ്ടിയത്. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, ഈവൻ ദ കെമിക്കൽസ്, ലോട്ട് ഓഫ് കെമിക്കൽസ് വിൽ ബി ജനറേറ്റിംഗ് ഇൻ അവർ ബോഡി. ഒരുപാട് കെമിക്കൽസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അത് ഇമ്മ്യൂണിറ്റി ഏത് എന്താ പറയുക മെഡിസിനെക്കാട്ടിലും ഏത് ഇമ്മ്യൂണിറ്റിയെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കൺവിക്ഷൻ, ഒരു ഫെയ്ത്ത് എന്നുള്ളത്. ഡോക്ടർ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അത് വളരെ ഒരു വലിയ പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. I really want to appreciate you for stressing on that particular point. Thank you, Philippus. I'll tell you one more last thing before we probably conclude, because see, all said and done, namali chelaru at the end of it, we will all get, and some of you might end up in the ICU also. I mean, we don't know. I hope that we don't. But in the event that you end up in the hospital or an ICU, what should you do? Now, the biggest factor in an hospital or an ICU is nammal പോകുന്നത് നമ്മുടെ പേടിയാ. Everything all said and done, നമ്മൾ എത്ര ധൈര്യവാനാണേലും നമ്മുടെ ജീവിതത്തിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ all the courage will go out of the window. So what you need to do is you stay calm. Of course, you should have your faith in God, but most importantly, you must concentrate on your breathing. നമ്മുടെ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അകത്തോട്ട് ശ്വാസം വലിക്കുന്നത്, എങ്ങനെയാ പുറത്തോട്ട് ശ്വാസം വരുന്നത്, നമ്മളൊരു കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മൾ ഔത്തെ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഈ ആവശ്യമില്ലാത്ത തോട്ട്സ് വരത്തില്ല.
ഞാൻ മരിക്കാൻ പോവാ, എന്റെ അപ്പുറത്തുള്ള ബെഡുകാരൻ മരിച്ചുപോയി, അവന്റെ ഓക്സിജൻ കുറവാ, എന്റെ ഓക്സിജൻ കുറവാ, ഇങ്ങനെയുള്ള തോട്ട്സ് വരുന്നുണ്ട്. യു ബ്രിങ് യുവർ ഫോക്കസ് ബാക്ക് ഓൺ യുവർ ബ്രെത്ത്. Even in an ICU, even if you are in an ICU, take all the treatment, but you focus on your breath. As long as you are focusing on your breath, you will not think about negativity. And number 2, most importantly, if you breathe to live, you cannot die. So focus on your breath. Great point. Great. Okay, thank you, Doctor. Over to John Brito. Okay, I really appreciate you coming over. It is so informative. I like your posture. I like your, what do you say, the way that you handle it, the whole thing, you know, just giving us a lot of confidence, giving us, you know, taking away a lot of fear. I think that's what you have done. Fantastic. I just went through your website also. It's amazing. And, you know, it's a lot of work that you have done. And I can't thank you enough for coming over and giving us that confidence, you know. We definitely were a little worked up seeing all the news on TV and on different things. And but really appreciate you coming over and the way that you came over to give us a lot more confidence and, you know, give us a lot more faith and allowing us to calm down. So that's fantastic. Really appreciate, you know, on behalf of the church, we really want to thank you for coming. And also, as I close, I want to pray for, as you requested, I want to pray for your work that you're doing with regard to the medicine and your research, you know, and with the approval from the government and all that different things that are lined up. And, you know, because many people would not know what you are doing, you know, but I wish one day we'll be able to see you on the news doing something. Yeah, I hope so. So that's what we wish. And thank you so much for coming over and giving us a talk. It really means a lot. Anytime. Okay, so let's close with the word of prayer. Thank you so much. Yeah. Let's close with the word of prayer. Father in heaven, I thank you for Dr. Manoj and his work that you have gifted him and you have helped him. And I pray, Father, for the next few weeks of his research, the last stages of his research, where he has to, you know, get the clinical trials finalized and the medicines to get approval from the government and different formalities. And you know, Father, that how important those phases are. And I pray, Father, you be with him and that we will be able to all benefit through all this, Father. And thank you for the benefit that you provided through him, even this morning, to listen and just to get ourselves calmed down, Father God, from all the, you know, hysteria that has been created around this virus. And I pray that we will all be able to handle it much more, you know, casually, calmly, with a lot of sense, using a lot of our minds, Father God. I pray that you help us. Thank you for all the participants, all that we could come together and do. Help us to fight this disease and help us that, you know, through all this, we'll be able to come out successful and brilliant. Thank you for this time. In Jesus' name I pray. Amen. Amen. Awesome. Thank you, Thank Doctor. you very much. Thank you. You can share my WhatsApp number in case somebody has any queries and all that. They can just message me. Sure. I think that number is there with you. Yeah, you can just share that number. Yeah, or you can coordinate with Maju, my brother, in case anybody needs any help. He's more than happy to help, and whatever I can do, I'm more than happy to. Yeah, we'll share it in the church groups. Thank you. Thanks so a lot, Doctor. It was a wonderful. Super. Yeah. Thank you. It was wonderful. Thank you so much.